ഹലോ ഓൾ. നമ്മൾ സോഷ്യോളജി ഓഫ് ജെൻഡർ എന്ന് പറയുന്ന പേപ്പറായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. യൂണിറ്റ് 1 കംപ്ലീറ്റ് ആയി. യൂണിറ്റ് 2 പോവുകയാണ്. ജെൻഡർ, സെക്സ് ആൻഡ് സെക്ഷുവാലിറ്റി. ആദ്യം തന്നെ ജെൻഡറും സെക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഒരു കുട്ടി ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പറയുമല്ലോ, അതാണ് ആ കുട്ടിയുടെ സെക്സ് എന്ന് പറയുന്നത്. പക്ഷേ ആ കുട്ടി വളർന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും, അതായത് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ആ കുട്ടി എങ്ങനെ സ്വന്തമായിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതായത് ഞാനൊരു പെൺകുട്ടിയായിട്ട് ജനിച്ചു, കുറേ നാൾ കഴിഞ്ഞ് എനിക്കൊരു ഏജ് ഒരു 20-25 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് തോന്നുകയാണ് ഞാനൊരു പുരുഷനാണെന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ എനിക്ക് ഒരു മെയിലിൻ്റെ ഫീച്ചേഴ്സ് ആണുള്ളതെന്ന് എനിക്ക് തോന്നുകയാണ്. ഫിസിക്കൽ ബോഡി ഫീച്ചേഴ്സ് അല്ല, ബയോളജിക്കൽ ഫീച്ചേഴ്സ് അല്ല, അല്ലാതെ എനിക്ക് ഒരു മെയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് ഉള്ളതെങ്കിൽ ഐ ഐഡൻറ്റിഫൈ ആസ് എ മെയിൽ മാൻ. അപ്പം എൻ്റെ ജെൻഡർ എന്ന് പറയുന്നത് എന്താണ്? മെയിലാണ് അവിടെ. അപ്പോൾ ഇതാണ് ജെൻഡറും സെക്സും തമ്മിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ളൊരു കുഞ്ഞ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഹൂ പറയുന്ന അനുസരിച്ച് സെക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെയിൽ സച്ച് ആസ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, ക്രോമോസോംസ്, ഹോർമോൺസ്, അതേപോലെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ ഒക്കെ ഡിഫറൻസസ് മാത്രമാണ് ഒരു മെയിലിനെയും ഫീമെയിലിനെയും ഡിഫറെൻ്റ് ആക്കുന്നത് എന്നാണ് സെക്സ് കൊണ്ട് WHO പറയുന്നത്. നമ്മൾ ബയോളജിയിൽ പഠിക്കത്തില്ലേ, XX ക്രോമോസോംസ്, XY ക്രോമോസോംസ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കില്ലേ, അങ്ങനത്തെ രീതിയിലുള്ള ഡിഫറൻസസ് ആണ്, ബയോളജിക്കൽ ഡിഫറൻസസ് ആണ് സെക്സ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ജെൻഡർ എന്ന് പറയുമ്പോൾ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വുമൻ ആൻഡ് മെൻ സച്ച് ആസ് നോംസ്, റോൾസ് ആൻഡ് റിലേഷൻഷിപ്സ് ഓഫ് ആൻഡ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ഓഫ് വുമൻ ആൻഡ് മെൻ. അതിനാണ് ജെൻഡർ എന്ന് പറയുന്നത്. സോഷ്യലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ജെൻഡർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ ജനിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ റീപ്രൊഡക്റ്റീവ് പാർട്സ് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്, ജെൻഡറിലി വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് നമ്മളുടെ സെക്സ് എന്ന് പറയുന്നത്. അത് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ജെൻഡർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? വേരിയബിൾ ആണ്, അത് ഫ്ലൂയിഡ് ആണ്. അത് നമ്മൾ സൊസൈറ്റിയുമായിട്ട് ഇടപെടുന്നതനുസരിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സോഷ്യലൈസേഷൻ, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഗ്രോത്ത് സ്റ്റേജിൽ ആണ് നമ്മൾ ഏത് ജെൻഡർ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് സംഭവിക്കുന്നത്. ആൻ ഓക്ലി എന്ന് പറയുന്നൊരു ഫെമിനിസ്റ്റ് സ്കോളർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി പറഞ്ഞതനുസരിച്ച് ജെൻഡർ ഇസ് എ മാറ്റർ ഓഫ് കൾച്ചർ. ഇറ്റ് റെഫേഴ്സ് ടു ദി സോഷ്യൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മെൻ ആൻഡ് വുമൺ ഇൻ ടു മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ. ജെൻഡർ എന്ന് പറയുമ്പോഴത്തേക്കും കൾച്ചറാണ് സത്യം പറഞ്ഞാൽ ജെൻഡർ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഫോം ചെയ്തെടുക്കുന്നത്. ഒരു കുട്ടി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനെ മെയിലായിട്ടും ഫീമെയിലായിട്ടും ഒക്കെ മോൾഡ് ചെയ്യിപ്പിച്ചാണ് എടുത്തുകൊണ്ടേ ഇരിക്കുന്നതെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. അത് വെച്ചിട്ടാണ് നമ്മളൊരാൾ മാസ്കുലിൻ ആണോ ഫെമിനിൻ ആണോ എന്ന് നമ്മൾക്ക് പറയാനായിട്ട് പറ്റുന്നത്. ആനോക്ലി ആർഗ്യൂ ചെയ്യുന്നത് സെക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, വേറെ ജെൻഡർ ഇസ് ഓൾവേസ് വേരിയബിൾ. ജെൻഡർ മാറാനായിട്ട് ചാൻസ് എപ്പോഴും ഉണ്ട്. സെക്സ് എന്ന് പറയുന്ന സാധനം കോൺസ്റ്റൻ്റ് തന്നെയായിരിക്കും. പിന്നെ ക്രോമോസോംസ്, ജെനറ്റീലിയ, ഹോർമോൺസ്, ഇതിൻ്റെയൊക്കെ ബേസിസിൽ മാത്രം നമുക്കൊരാളെ ഫീമെയിലെന്നോ മെയിലെന്നോ എന്ന് വിളിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ റാദർ ദി ഐഡൻറ്റിറ്റി ദി ക്രിയേറ്റ് ഇൻ ദ സൊസൈറ്റി ദി ലിവ്. അവർ ജീവിക്കുന്ന സൊസൈറ്റിയിൽ അവർ തന്നെ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കിങ്ങനെ നടക്കാനാണ് ഇഷ്ടം, അപ്പം ഞാനൊരു ഫീമെയിലാണ് എന്ന് പറഞ്ഞാൽ ഫീമെയിലാണ്. അങ്ങനെയാണ് നമുക്ക് കാണപ്പെടാൻ പറ്റുന്ന ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇനി ജെൻഡർ ആൻഡ് ബയോളജി ഈ ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു തിയറി ഉണ്ട്, തിയറി ഓഫ് നാച്ചുറൽ ഡിഫറൻസസ്. എന്താണ് ആ തിയറി? ഇറ്റ് എക്സ്പ്ലെയിൻസ് ദാറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ ആർ ബയോളജിക്കലി ഡിറ്റർമൈൻഡ്. അതായത് സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ബയോളജിക്കലി ഡിറ്റർമൈൻഡ് ആയിട്ടൊരു കോൺസെപ്റ്റ് തന്നെയാണ്. അതിൽ സോഷ്യൽ കൺസ്ട്രക്ഷനായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലെന്ന് പറഞ്ഞൊരു തിയറിയാണ് തിയറി ഓഫ് നാച്ചുറൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഇവിടെ സോഷ്യൽ റോൾസും ബിഹേവിയേഴ്സും സ്ട്രക്ചേഴ്സും ഒക്കെ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് ഡിഫറൻസസ് ഉണ്ട്, സ്ത്രീകളും പുരുഷന്മാരും ഇങ്ങനെ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ ബിഹേവിയേഴ്സും അവരുടെ സോഷ്യൽ സ്റ്റാറ്റസും റോളും ഒക്കെ ഡിഫറെൻ്റ് ആവുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു തിയറിയാണ് തിയറി ഓഫ് നാച്ചുറൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഈ ഒരു പെർസ്പെക്റ്റീവിലാണ് റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻസ്, ഹോർമോൺസ്, ഫിസിക്കൽ ട്രേറ്റ്സ്, ഇതൊക്കെ എങ്ങനെയാണ് സ്ത്രീകളും പുരുഷന്മാരും ഡിഫറെൻ്റ് ആവുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഡിഫറൻസ് ഉള്ളതിൻ്റെ പേരിൽ എങ്ങനെയാണ് അവർക്ക് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആവുന്നത്. നമുക്കറിയാം, സ്ത്രീകൾക്കും പുരുഷന്മാരും വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ കേട്ടിട്ടുള്ള എന്താണ്, മെൻ ആർ സ്ട്രോങ്ങർ എന്ന് പറയുന്നുണ്ട്. അപ്പം നാച്ചുറൽ ഡിഫറൻസസ്, തിയറി ഓഫ് നാച്ചുറൽ ഡിഫറൻസിൽ പറയുന്നതും അത് തന്നെയാണ്. പുരുഷന്മാർക്ക് കുറച്ചും കൂടെ സ്ട്രെങ്ത് ഉണ്ട്, നാച്ചുറലി സ്ട്രെങ്ത് ഉണ്ട്. അതാണ് അവർ ഇങ്ങനത്തെ ജോലി ചെയ്യാനായിട്ട് റീസൺ ആവുന്നത്. അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് പോകുമ്പോഴത്തേക്കും കൂടുതലും പുരുഷന്മാരുള്ളത് എന്തുകൊണ്ടാണ്? അവർക്കാണ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ചെയ്യാനുള്ള ജോലിയുള്ളത്. അങ്ങനെ
എന്ത് ചെയ്താലും അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു തിയറിയാണ്, അല്ലെങ്കിൽ അത് ബയോളജിക്കൽ ഫാക്ടേഴ്സ് കാരണമാണ് സംഭവിക്കുന്നത് ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു തിയറിയാണ് തിയറി ഓഫ് നാച്ചുറൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. ദിസ് തിയറി അലൈൻസ് വിത്ത് ബയോളജിക്കൽ ഡിറ്റർമിനിസം വിച്ച് അസസ് ദാറ്റ് ബയോളജി ഇസ് ദ പ്രൈമറി ഫാക്ടർ ഷേപ്പിംഗ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് സോഷ്യൽ റൂൾസ്. ഹ്യൂമൻ ബിഹേവിയറിനെയും സോഷ്യൽ റൂൾസിനൊക്കെ ഷേപ്പ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ, അല്ലെങ്കിൽ എന്ത് മനുഷ്യൻ ചെയ്താലും അതൊക്കെ അയാളുടെ ബയോളജിക്കൽ നേച്ചർ കാരണമാണ് എന്ന് പറയുന്നൊരു എസ്റ്റാബ്ലിഷ് ചെയ്യുന്നൊരു തിയറിയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഈ ഒരു തിയറിയുടെ റൂട്ട്, അല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെസ്റ്റേൺ ആൻഡ് നോൺ വെസ്റ്റേൺ സൊസൈറ്റിയിൽ നിന്നാണ് ഈ ഒരു തിയറി ഒറിജിനേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ അതോറിറ്റി, സോഷ്യൽ ഹൈറാർക്കീസ്, നമ്മൾ ഇത്രയും പഠിച്ചു വന്ന യൂണിറ്റ്സിലൊക്കെ നമ്മൾ ഈ വാക്കുകളൊക്കെ ഫെമിലിയർ ആണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരാനുള്ള റീസൺ, അല്ലെങ്കിൽ ഇതിനൊക്കെ ജസ്റ്റിഫൈ ചെയ്യുന്നത് ഈ ഒരു തിയറി യൂസ് ചെയ്തിട്ടാണ്. അരിസ്റ്റോട്ടിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെന്നാണ് വുമൻ സ്ത്രീനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നാച്ചുറലി സുപ്പീരിയർ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെന്നിനാണ് കൂടുതൽ സ്ട്രെങ്ത് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ലീഡർഷിപ്പ് റോൾസ് കൂടുതലും സ്ത്രീകളെക്കാട്ടും സ്യൂട്ട് ആവുന്നത് എന്നാണ് അരിസ്റ്റോട്ടിലിൻ്റെ ആർഗ്യുമെൻറ്റ്. അതേസമയം എന്താണ്, സ്ത്രീകൾ എന്ന് പറയുന്നത് എന്താണ്, അവർ കുറച്ചും കൂടെ ഫിസിക്കലി മെൻ്റലിയും ഇൻഫീരിയർ ആണെന്നും അതുകൊണ്ട് അവർക്ക് സപ്പോർട്ടീവ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് റോൾസ് ആണ് അവർക്ക് ചെയ്യാൻ പറ്റുക എന്നാണ് അരിസ്റ്റോട്ടിലിൻ്റെ വാദം അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ റീസെൻ്റ് ആയിട്ടുള്ള നമ്മൾ റിസർച്ചിലൊക്കെ മനസ്സിലാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ബയോളജിക്കൽ ഡിഫറൻസസ് ഒരു ഫീമെയിലിൻ്റെയും മെയിലിൻ്റെയും ജെനറ്റീലിയ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ മാത്രമേ ഡിഫറൻസസ് വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സോ കോൾഡ് ക്രോമസോംസ്, ഹോർമോൺസ്, അങ്ങനത്തെ ഡിഫറൻസസ് മാത്രമേ വരുന്നുള്ളൂ റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻസായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അല്ലാതെ നോക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫീമെയിൽ ബോഡി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു സ്ത്രീക്ക് അമ്മയാവാം എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതായത് അവർക്ക് ഒരു ഫീമെയിലിന് യൂട്രസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഗർഭം ധരിക്കാം, അവർക്കൊരു പ്രഗ്നൻറ്റ് ലേഡി ആവാം. പക്ഷെ അതിനർത്ഥം അവരൊരു കുട്ടിയെ നോക്കണമെന്നോ അല്ലെങ്കിൽ ആ കുട്ടിയെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണമെന്നോ നമ്മളുടെ ടിപ്പിക്കൽ അല്ലെങ്കിൽ ട്രഡീഷണൽ അമ്മമാർ ചെയ്യുന്നത് പോലെ കെയർ ചെയ്യണമെന്നോ നമുക്ക് ഒരിക്കലും എവിടെയും പറയാനായിട്ട് പറ്റത്തില്ല. അവർക്കൊരു കുട്ടിയെ ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിനർത്ഥം അവരായിരിക്കണം എന്നില്ല നർച്ചറിങ്ങും കെയറിങ്ങും സപ്പോർട്ടീവും ഒക്കെ, മറിച്ച് ഒരു അച്ഛനാവാം അതേ സെയിം പറയുന്ന ക്വാളിറ്റീസൊക്കെ. ഈ ക്വാളിറ്റീസൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് ആരാണ്? സൊസൈറ്റിയാണ്, ത്രൂ ദി പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ. ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞൊരു ടേമും കൂടെ വരും. നമുക്കത് എന്താണെന്ന് വെച്ചാൽ നോക്കാം. അപ്പോൾ സൊസൈറ്റിയിൽ എല്ലാവർക്കും ഒരേപോലെ ഫിസിക്കലും സോഷ്യലും കൾച്ചറൽ സ്കിൽസ് ആണ് ഉള്ളത് എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതെങ്ങനെയാണ് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്? ത്രൂ സോഷ്യലൈസേഷൻ എന്നത് മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന പോലെ സ്കില്ലുകളുണ്ട്. ഇപ്പോൾ ഒരു പുരുഷൻ ഇതുപോലെ ഒരു പ്രഗ്നൻ്റ് ആവാനായിട്ട് പറ്റത്തില്ല, പക്ഷേ അവർക്ക് ഈ പറയുന്നൊരു നർച്ചറിങ്ങും ഒരു അങ്ങനത്തെ ഒരു ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. അതിപ്പോൾ സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കുന്നതല്ല. അയാൾക്ക് അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ആയിട്ടുണ്ടാവും. അതൊരിക്കലും നമുക്ക് ഒരാളുടെ ഫോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അടുത്ത് അങ്ങനെ ഫോഴ്സ് ചെയ്യാനോ ആയിട്ട് നമുക്ക് പറ്റത്തില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി പറയുന്നൊരു കോൺസെപ്റ്റാണ് ബയോളജിക്കൽ ഡിറ്റർമിനിസം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ തിയറി സജസ്റ്റിംഗ് ദാറ്റ് ബയോളജിക്കൽ ഫാക്ടേഴ്സ് such as genetics, hormones and physical attributes are the primary determinants of human behavior, personality traits, social rules and even societal structures. ഈ പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മളുടെ മനുഷ്യൻ്റെ എല്ലാ സ്വഭാവങ്ങളും, നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ വരുന്ന പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന എല്ലാ റോൾസും, സൊസൈറ്റിയിൽ പെർഫോം ചെയ്യുന്ന എന്ത് റോൾസ് ആണെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിലുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ ജെനറ്റിക്സും ഹോർമോൺസും ഫിസിക്കൽ ആട്രിബ്യൂട്ട്സും ഒക്കെയാണ്. നമ്മൾ പറയും എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇങ്ങനെയാണ് അതുകൊണ്ടാണ് എനിക്കിങ്ങനെ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ജെനറ്റിക്സിൻ്റെ ഭാഗമായിട്ടും ഹോർമോൺസിൻ്റെ എല്ലാത്തിനും ഒരു ബയോളജിക്കൽ റീസൺ പിന്തുണയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ് ബയോളജിക്കൽ ഡിറ്റർമിനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പെർസ്പെക്റ്റീവ് അസേർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, ഇന്നേറ്റ് ആണ്, അത് മാറ്റാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം അവരുടെ ബയോളജിക്കൽ ഒറിജിൻസ് കാരണം നമ്മൾ എത്രയൊക്കെ നോക്കിയാലും ലാസ്റ്റ് നമ്മുടെ പേരൻസിനെ പോലെ തന്നെ ഉണ്ടാവും. കാണാനാണെങ്കിലും അല്ലെങ്കിൽ ക്വാളിറ്റീസ് വെച്ചിട്ടാണെങ്കിലും നമ്മൾ ചെറുതായിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ നമ്മുടെ പേരൻസിൻ്റെ മിസ്റ്റേക്സുകളൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ കുറേ കൂടി വലുതായി കഴിയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അതേ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ സെയിം മിസ്റ്റേക്സ് നമ്മളും ചെയ്തെന്ന് വരും. അതൊക്കെ ജെനറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ നമുക്ക് ഓർത്ത് കുറച്ചൊക്കെ തിരുത്താം എന്നുള്ള രീതിയേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ലൈക്ക് ഫാദർ ലൈക്ക് സൺ എന്ന് പറയില്ലേ, അതേപോലെ. അപ്പോൾ
ബയോളജിക്കൽ റീസണാണ് ഇതിന് ചുറ്റുമുള്ളത്. ഇതൊക്കെ ഫിക്സ്ഡ് ആണ്, ഇന്നേറ്റ് ആണ്, ഇതൊക്കെ അൺചേഞ്ചബിൾ ആണ് എന്നാണ് പറയുന്നത്. അവർ ആർഗ്യൂ ചെയ്യുന്നത് ബയോളജിക്കൽ ഡിഫറൻസസ് എമംഗ് ദെം ആർ ദി റീസൺ ദാറ്റ് വുമൺ ആർ ട്രീറ്റഡ് ഇൻഫീരിയർ ടു മെൻ. ഈ ബയോളജിക്കൽ ഡിഫറൻസസ് ഉള്ളതിൻ്റെ പേരിൽ, അതായത് അച്ഛൻ സ്ട്രോങ് ആണ്, അമ്മ വീക്കാണ്, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് കുറച്ചും കൂടെ സ്ട്രെങ്ത് ഉണ്ട്, സ്ത്രീകൾ നോക്കുമ്പോൾ അവർക്ക് അത്രയും അങ്ങനത്തെ ബോഡി ആണെങ്കിലും ഇച്ചിരി കൂടെ ചെറുതാണ്, പിന്നെ അതേപോലെ കൈ ആണെങ്കിലും ചെറുതാണ്, അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ കാണാനാണെങ്കിലും ഒക്കെ ചെറുതാണ്. അപ്പോൾ അങ്ങനത്തെ രൂപം വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ബയോളജിക്കൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് എപ്പോഴും സ്ത്രീകൾ പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇൻഫീരിയർ ആയിട്ട് നിൽക്കുന്നത് എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്, ബയോളജിക്കൽ ഡിറ്റർമിനിസം പറയുന്നത്. പക്ഷേ ബയോളജിക്കൽ ഡിറ്റർമിനിസം ഇൻകറക്റ്റ് ആണ്, അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ഡേറ്റ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് തിയറിസ്റ്റുകൾ പറയുന്നത്. ഹ്യൂമൻ ഇൻ്റർവെൻഷൻ, ഈ ഒരു കോൺസെപ്റ്റ് എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സൊസൈറ്റിയുടെ ഒരു സൊസൈറ്റിക്ക് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബോഡിയിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഹെൽത്ത് ആയാലും ഐഡൻറ്റിറ്റി ആയാലും എൻഹാൻസ്മെൻ്റ് ആയാലും ഒക്കെ നമ്മൾ നമ്മളുടെ ബോഡിയെ ഓൾട്ടർ ചെയ്യുകയോ മോഡിഫൈ ചെയ്യുകയോ ചെയ്യുന്നതിനാണ് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി. അതൊന്നും അല്ലെങ്കിൽ ഇപ്പം നമുക്കിപ്പം ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട്, നമ്മളിപ്പോൾ ഭയങ്കര ഒബേസിറ്റി ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക, സൊസൈറ്റിയുടെ ആ ഒരു ഇതിനനുസരിച്ച് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ജിമ്മിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പം ഡയറ്റ് ചെയ്യുന്നു, വെയിറ്റ് ലോസ് ചെയ്യുന്നു, അതിനാണ് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്യൂറിങ് ഡിസീസ്, കറക്റ്റിംഗ് അബ്നോർമാലിറ്റീസ്, കൺഫോമിങ് ടു കൾച്ചറൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളുടെ ബോഡിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ നല്ലതുമുണ്ട് ചീത്തയുണ്ട്. നല്ലതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു അസുഖം വരികയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു ഒബേസിറ്റി വരികയാണ്, അത് മാറ്റുന്നുള്ള നമ്മളുടെയും കൂടെ ആവശ്യമാണ്. അപ്പോൾ നമ്മളുടെ ബോഡിയിൽ നമ്മൾ വരുത്തുന്ന എന്തൊരു മാറ്റവും ഫോർ വേരിയസ് റീസൺസ് ഇൻക്ലൂഡിങ് ഹെൽത്ത് ഐഡൻറ്റിറ്റി എൻഹാൻസ്മെൻറ്റ്, ഇതിനാണ് കൾച്ചറൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെന്തിനാണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റീസെൻ്റ് ആയിട്ടുള്ള റിസർച്ച് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് കൾച്ചർ വെച്ച് ഫോം ആയിട്ടുള്ള ഒന്നാണ്, നേച്ചർ വെച്ച് ഫോം ചെയ്ത ഒന്നിനെക്കാട്ടും, അതായത് നാച്ചുറലി ഫോം ചെയ്ത ഒന്നിനെക്കാട്ടും ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഇപ്പം നമ്മൾ കാണുന്ന നമ്മളുടെ ബോഡി. നമ്മൾ കൾച്ചറലി ഫോം ചെയ്യുന്ന ഒന്നാണ്. കൾച്ചറിന് എന്താണോ വേണ്ടത്, നമ്മുടെ സൊസൈറ്റിക്ക് എന്താണോ വേണ്ടത്, അതനുസരിച്ചാണ് നമ്മളെല്ലാവരും മാറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. സോഷ്യൽ നോംസ്, ഒരുപാട് നോംസ് സൊസൈറ്റിയിലുണ്ട്. അതെല്ലാം ഒരു സ്ത്രീയുടെ ബോഡിയെ ഷേപ്പ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഒരു വുമണിൻ്റെ ബോഡിയുടെ കേപ്പബിലിറ്റീസ്, ഒരു സ്ത്രീ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വസ്ത്രം ധരിക്കണം, അവരുടെ സെക്ഷുവാലിറ്റി, ഇതിനൊക്കെ ഷേപ്പ് ചെയ്യുന്ന ഒരുപാട് സോഷ്യൽ നോംസ് ഉണ്ട്. അതിനനുസരിച്ചാണ് സ്ത്രീകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻസ് അവരുടെ ബോഡിയിൽ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. സിനിമാ നടിമാർ നോക്കിയാലും മലയാളം ഇപ്പോൾ എല്ലാവരും നാച്ചുറൽ ആയിട്ടുള്ള ഇത്, അല്ലെങ്കിൽ വണ്ണുണ്ടെങ്കിൽ വണ്ണുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇല്ല. നമ്മൾ തെലുങ്കിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. എല്ലാവരും അല്ല, എന്നാലും ഒരു പെർട്ടിക്കുലർ ബോഡി സ്റ്റാൻഡേർഡ് ഉണ്ട്. മെലിഞ്ഞിട്ടുണ്ടാവണം, ക്ലാസ് ഫിഗർ ഉണ്ടാവണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബോഡി ആയിരിക്കണം. അപ്പോൾ അതൊക്കെ ഒരു സൊസൈറ്റിക്ക് ഒത്ത് വരുന്നൊരു ബോഡി സ്റ്റാൻഡേർഡാണ്. അതിനനുസരിച്ച് ഫിറ്റ് ആവാനായിട്ട് സ്ത്രീകൾ ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒന്നാണ് സോഷ്യൽ നോംസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബോഡി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനെക്കാട്ടും അതൊരു സോഷ്യൽ അല്ലെങ്കിൽ കൾച്ചർ അല്ലെങ്കിൽ എക്കണോമിക് ഫോം ആയിട്ടാണ് നമ്മളുടെ സൊസൈറ്റി ട്രീറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതാണ് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ഫോം ഓഫ് ബോഡി, അല്ലെങ്കിൽ വുമൻസ് ബോഡി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നൊരു കോൺസെപ്റ്റാണ് ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിനെ ജെൻഡറിംഗ് എന്നോ ജെൻഡർ ഇൻഡോക്ട്രിനേഷൻ എന്നോ പറയാറായിട്ടുണ്ട്. ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദ പ്രോസസ് ത്രൂ വിച്ച് ഇൻഡിവിജ്വൽ ലേൺ ദി സോഷ്യൽ എക്സ്പെക്ടേഷൻസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദർ അസൈൻഡ് ജെൻഡർ. സൊസൈറ്റി അസൈൻ ചെയ്യുന്നൊരു ജെൻഡറുണ്ട്. ഒരു കുട്ടി പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ, ഒരു വീട്ടിൽ 2 കുട്ടികളുണ്ട്, പെൺകുട്ടിയും ആൺകുട്ടിയും ഉണ്ട്. അപ്പോൾ രണ്ടുപേരും ഇതുപോലെ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും വന്ന് വീഴാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പേരൻസ് പോയിട്ട് രണ്ടുപേരെ എഴുന്നേൽപ്പിക്കുമായിരിക്കും. പക്ഷേ പെൺകുട്ടിയുടെ അടുത്ത് പോട്ടെ സാരമില്ല കരയണ്ടെന്നൊക്കെ പറയും. ആൺകുട്ടി കരയാൽ എന്ത് പറയും? നീ കരയല്ല, നീ പെൺകുട്ടിയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ആൺകുട്ടികൾ കരയോ എന്ന് ചോദിക്കും. ഇതിനാണ് ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് സൊസൈറ്റി അസൈൻ ചെയ്ത് വെച്ചേക്കുന്ന ജെൻഡറിനനുസരിച്ച് ഒരാളെ സോഷ്യലൈസ് ചെയ്തെടുക്കുക. പെൺകുട്ടികൾക്ക് ബാർബിയും ആൺകുട്ടികൾക്ക് ട്രക്കും മേടിച്ചു കൊടുത്ത് സോഷ്യലൈസ് ചെയ്യിപ്പിച്ചെടുക്കുക. ഇതിനാണ് ജെൻഡർ സോഷ്യലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു യങ് ഏജ് തൊട്ടേ കുട്ടികളെ അവർക്ക് സോഷ്യൽ നോംസ് ഒക്കെ പറഞ്ഞു കൊടുത്ത്, അവർക്ക് എന്താണ് ടു ബി മെയിൽ, ടു ബി ഫീമെയിൽ എന്ന് പറഞ്ഞു കൊടുത്ത് ഒരു ഏജ് എത്തുമ്പോഴത്തേക്കും ആൺകുട്ടികൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അമ്മേനെ പോയി സഹായിക്കുക അടുക്കളയിൽ, അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ സൈക്കിൾ ഓടിക്കാൻ പോവാം, നടക്കാൻ പോവാം. അപ്പോൾ
ഇവിടം തൊട്ടേ ആൺകുട്ടി പെൺകുട്ടി ആൺകുട്ടി പെൺകുട്ടി എന്നുള്ളൊരു കോൺസെപ്റ്റ് റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മളുടെ സൊസൈറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്താ ചെയ്യുന്നത്? create and reinforce the gender binary and contributes to the development of gender identity. ജെൻഡർ ഐഡൻറ്റിറ്റി, ജെൻഡർ ബൈനറി, ഈ രണ്ട് കോൺസെപ്റ്റ്സ് എന്താണെന്ന് പറയാം. ജെൻഡർ ബൈനറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം തൊട്ടേ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന വെച്ചിട്ട് അവർ മനസ്സിലാക്കുകയാണ്, ഓക്കെ സൊസൈറ്റിയിൽ 2 ജെൻഡറാണ് ഉള്ളത്. ജെൻഡർ ബൈനറി, 2 ജെൻഡേഴ്സ്, 2 ജെൻഡറാണുള്ളത്. ആൺകുട്ടി പെൺകുട്ടി, നീ ഇങ്ങനെ പെൺകുട്ടികളെ പോലെ കരയല്ലേ, നീ ഒരു ആൺകുട്ടിയാണ് അങ്ങനെ പറയുന്നതും, ആൺകുട്ടികളാണ് ഇങ്ങനെയൊക്കെ പുറത്തിറങ്ങി പോകുന്നത്, നീ ഒരു പെൺകുട്ടിയാണ് എന്ന് പറയുന്നതും, ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് 2 ജെൻഡറാണുള്ളത്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ ജെൻഡർ ബൈനറി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അവിടെ എസ്റ്റാബ്ലിഷ് ആവുകയാണ്. അതേപോലെ ഒരു കോൺസെപ്റ്റ് ജെൻഡർ ഐഡൻറ്റിറ്റി, അതായത് യു ഐഡൻറ്റിഫൈ ആസ് എ മെയിൽ സോ ബിഹേവ് ലൈക്ക് ദിസ് എന്ന് പറയുന്നത് പോലെ. ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ദ ഇന്റേണൽ സെൻസ് ഓഫ് ദർ ജെൻഡർ, അതായത് ഞാൻ ജനിച്ചത് ആൺകുട്ടിയായിട്ടാണ്, അപ്പം ഞാൻ സൊസൈറ്റിയിൽ പെർഫോം ചെയ്യേണ്ട ഫങ്ഷൻസും അല്ലെങ്കിൽ ഞാൻ സൊസൈറ്റിയിൽ ജീവിക്കേണ്ടതും ആൺകുട്ടിയായിട്ടാണ് എന്നുള്ള ഐഡൻറ്റിറ്റിയാണ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് വഴി ഈ 2 കോൺസെപ്റ്റ്സ് ആണ് സൊസൈറ്റിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്, റീഇൻഫോഴ്സ് ചെയ്യപ്പെടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതായത് ഒരാൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ജെൻഡർ റൂൾസ് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. അതായത് അച്ഛൻ വരുമ്പോഴത്തേക്കും മോൻ ഇങ്ങനെയൊക്കെ ചെയ്യണം, മോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മോള് വേണം അടുക്കളയിൽ പോകാനായിട്ട്, മോൻ വേണം പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാൻ. അപ്പോൾ ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ട് പാരമ്പര്യമായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്ന ജെൻഡർ റൂൾസ് എന്താണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിലോടുകൂടി അവിടെ എന്താ സൊസൈറ്റി ഒരാളെ ഇങ്ങനെയൊക്കെ ഫെമിനിനും മാസ്കുലിനായിട്ട് മാറാനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത്? ഈ പറയുന്ന പോലെ കോൺവെർസേഷൻസിലൂടെ, സോഷ്യൽ ഇൻറ്ററാക്ഷൻസ്, കൾച്ചറൽ നോംസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതൊക്കെ വഴിയാണ് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ വഴിയാണ്, ഇതൊക്കെയാണ് ഏജൻസ് എന്തൊക്കെയാണ് ജെൻഡർ സോഷ്യലൈസേഷൻ്റെ? ഫാമിലി, എഡ്യൂക്കേഷൻ, മീഡിയ, പിയർ ഗ്രൂപ്പ്സ്, ഇതൊക്കെ വഴിയാണ് ഈ പറയുന്ന സോഷ്യൽ ഇൻറ്ററാക്ഷൻസും കൾച്ചറൽ നോംസും ഒക്കെ സോഷ്യൽ ഇൻട്രാക്ഷൻസും കൾച്ചറൽ നോംസും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ അച്ചീവ് ചെയ്യുന്നത് ആൾക്കാർ. നമ്മൾ സോഷ്യലൈസേഷൻ്റെ ഏജൻസീസ് പറഞ്ഞല്ലോ, അത് തന്നെയാണ് ജെൻഡർ സോഷ്യലൈസേഷൻ്റെ ഏജൻസീസും. ഫാമിലി, മീഡിയ, പിയർ ഗ്രൂപ്പ്സ്, എഡ്യൂക്കേഷൻ, റിലീജിയൻ, ഇതൊക്കെയാണ് ജെൻഡർ സോഷ്യലൈസേഷൻ്റെ മെയിൻ ഏജൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ജെൻഡർ സോഷ്യലൈസേഷൻ ട്രഡീഷണൽ റോൾസ് ആണ് പെർപ്പച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. അതായത് കണ്ടിന്യൂസ് ആയിട്ട് അച്ഛനും അമ്മ എന്താണോ ചെയ്തത് അത് തന്നെ മക്കളും ചെയ്യുന്നു എന്നുള്ള രീതിക്ക് പെർപ്പച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? കുട്ടികളുടെ മനസ്സിൽ വരുന്നത് മെൻ എന്ന് പറയുന്നത് ഡോമിനൻ്റ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആണ്, കരിയർ ഫോക്കസ്ഡ് ആണ്. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നർച്ചറിങ് ആണ്, സപ്പോർട്ടീവ് ആണ്, ഫാമിലി ഓറിയൻറ്റഡ് ആണ്. ഇതൊക്കെ നമ്മൾ ഇപ്പോഴും പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് മാറിയില്ല, ഇപ്പം ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് വിചാരിച്ചാൽ ഇത് ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ് നമ്മളിത് ഇപ്പോഴും പഠിക്കുന്നത്. മുന്നൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും പല സ്ഥലത്തും ഇത് കാണുന്നതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇതൊരു റീസെൻറ്റ് ടോപ്പിക്കായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അറിഞ്ഞും അറിയാതെയും കുട്ടികളിലേക്ക് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ജെൻഡർ സോഷ്യലൈസേഷൻ കൊണ്ടുവരുന്നത് എന്നാണ് ഇതിൽ കൂടെ പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ സ്ത്രീകളെയും പുരുഷന്മാരെയും പല പല റോളുകളിലേക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സോഷ്യലൈസ് ചെയ്യുമ്പോഴത്തേക്കും സംഭവിക്കുന്ന ഒന്നാണ് ജെൻഡർ ഇന്നിക്വാളിറ്റി എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇപ്പോൾ ഒരു ഗസ്റ്റ് വരാൻ പോവാണ് വീട്ടിൽ, അപ്പോഴത്തേക്കും അച്ഛനും അമ്മയും പറയാണ്, മോനെ നീ എൻ്റെ കൂടെ വാ, നമുക്ക് പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാം, മോളെ നീ അമ്മേനെ സഹായിക്കുക, അല്ലെങ്കിൽ പറയാണ് മോനെ നമുക്ക് പോയി ഗസ്റ്റിനെ റിസീവ് ചെയ്തുകൊണ്ട് വരാം, കാറിൽ പോയിട്ട് വരാം. അപ്പോൾ മോൾ പറയണം ഞാനും വരാമെന്ന് പറഞ്ഞാൽ നീ അമ്മേനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെ സോഷ്യലൈസേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ നിന്ന് ഒരു പാർട്ടീഷൻ സംഭവിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ജെൻഡർ ഇന്നിക്വാളിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു സോഷ്യലൈസേഷൻ ഇൻ ടു ഡിഫറെൻറ്റ് റൂൾസ്, ഇതിൻ്റെ ഭാഗമായിട്ടാണ് ജെൻഡർ ഇന്നിക്വാളിറ്റീസ് സ്റ്റാർട്ട് ആവുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജെൻഡറിങ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് അല്ലെങ്കിൽ ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സിൽ പോസിറ്റീവ് സാങ്ഷൻസും നെഗറ്റീവ് സാങ്ഷൻസും ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ആൺകുട്ടി ഒരാളുടെ അടുത്ത് നിന്ന് വഴക്ക് കിട്ടുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും വീണിട്ട് വരുമ്പോഴത്തേക്കും കരയാണ്ട് ആൺകുട്ടി ചാടി എഴുന്നേറ്റാൽ മിടുക്കൻ, നീ ഭയങ്കര ബ്രേവാണ് എന്ന് പറഞ്ഞ് നമ്മൾ പോസിറ്റീവായിട്ടുള്ള സാങ്ഷൻസ് കൊടുക്കുന്നു, അതായത് റിവാർഡ്സ് കൊടുക്കുന്നു. അതേസമയം കരയാണ്, നന്നായിട്ട് കരയാണെന്നുണ്ടെങ്കിൽ നീ എന്തിനിങ്ങനെ കരയണമെന്ന് വെച്ചാൽ നമ്മൾ കുറേ കൂടെ അടിച്ചിട്ട് കരച്ചിൽ നിർത്താൻ പറയും. ഇന്ത്യൻ കൾച്ചർ വെച്ചിട്ട് അടിച്ചിട്ട് നിർത്താനൊക്കെ ആയിട്ട് പറയും. എല്ലായിടത്തും സംഭവിക്കില്ല, പക്ഷെ പലയിടത്തും. അപ്പോൾ അതൊരു ടൈപ്പ് ഓഫ് നെഗറ്റീവ് സാങ്ഷനാണ് അല്ലെങ്കിൽ പണിഷ്മെൻ്റ് ആണ്. നീ അവിടെ നിന്ന് അങ്ങ് കരഞ്ഞു, ഇങ്ങനെ പെൺകുട്ടികളെ പോലെ നിന്ന് കരഞ്ഞു എന്ന് പറയില്ലേ. അപ്പോൾ
പോസിറ്റീവ് സാങ്ഷൻസ്, നെഗറ്റീവ് സാങ്ഷൻസ്, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ജെൻഡർ സോഷ്യലൈസേഷൻ കുറേയും കൂടെ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് എത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ പല പല സ്ഥലങ്ങളിൽ പല പല ക്ലാസ്, കാസ്റ്റ്, റിലീജിയൻ, ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡർ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. ഒരിക്കലും എല്ലായിടത്തും ഒരുപോലെ അല്ല ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. പല സ്ഥലത്തും പലതുപോലെയാണ്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ഒരു പെൺകുട്ടി ഭയങ്കര ബോൾഡായിട്ടൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മൾ പറയുമ്പോൾ അതിനൊരു ആൺകുട്ടിയായിട്ടാണ് വളർത്തിയത് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ ഓരോ കാസ്റ്റും ക്ലാസ്സും റിലീജിയൻ അനുസരിച്ച് ഈ ജെൻഡർ സോഷ്യലൈസേഷൻ മാറിക്കൊണ്ടേയിരിക്കും എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി പറഞ്ഞൊരു കോൺസെപ്റ്റാണ് ജെൻഡർ ആസ് ഹൈറാർക്കി എന്ന് പറയുന്നത്. ജെൻഡർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന ഡിഫറൻസ് ആണോ? അല്ല, അതിലൊതുങ്ങുന്നതല്ല ജെൻഡർ എന്ന് പറയുന്നത്. പക്ഷെ എന്താണ്, അവിടെ ഓരോ സ്ത്രീക്കും പുരുഷനും പവർ റിലേഷൻ, സിസ്റ്റം ഓഫ് പവർ റിലേഷൻസ് ഡിഫറെൻ്റ് ആണ്. അതായത് ഒരു ഗ്രൂപ്പിന് പവർ കൂടുതലാണെങ്കിൽ മറ്റേ ഗ്രൂപ്പിന് പവർ കുറവാണ്. പറഞ്ഞു വരുന്നത് എന്താ, പുരുഷന്മാർക്ക് കുറച്ചും കൂടെ സിസ്റ്റം ഓഫ് പവർ റിലേഷൻ, അവർക്ക് കൺട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് അത് പൊതുവേ കുറവാണ്. ഇത് തന്നെയാണ് ഒരു ഹൈറാർക്കി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് തുടക്കമാകുന്നൊരു റീസൺ എന്ന് പറയുന്നത്. ഈ ഒരു പെർസ്പെക്റ്റീവ് ജെൻഡർ ആസ് ഹൈറാർക്കി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് സൊസൈറ്റൽ നോംസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രാക്ടീസസ്, ഇതെല്ലാം ജെൻഡർ ഇന്നിക്വാളിറ്റീസ് സൊസൈറ്റി റീസൺ എന്ന് പറയുന്നത്. ഈ ഒരു പെർസ്പെക്റ്റീവ് ജെൻഡർ ആസ് ഹൈറാർക്കി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് സൊസൈറ്റൽ നോംസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രാക്ടീസസ്, ഇതെല്ലാം ജെൻഡർ ഇന്നിക്വാളിറ്റീസ് സൊസൈറ്റിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ജെൻഡർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരാളുടെ ഓപ്പർച്യൂണിറ്റീസ് ആയാലും അല്ല ലൈഫ് ചാൻസസ് ആയാലും എല്ലാത്തിനും അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ജെൻഡർ എന്ന് പറയുന്നത്. പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ പല സൊസൈറ്റീസിലും കാണാറുണ്ട്, പഠിക്കാൻ പോകണ്ട, എന്തിനാ പഠിപ്പിച്ചിട്ട് പെൺകുട്ടികൾ ഇത്രയും എന്ന് പറയാറുണ്ട്. അതേസമയം ആൺകുട്ടികൾ അവൻ പഠിച്ചിട്ട് വരട്ടെ, അവൻ പഠിച്ചിട്ട് വന്ന വീടിന് ഗുണമെങ്കിലും ഉണ്ട് എന്ന് നമ്മൾ പറയും. ഇതൊരു ജെൻഡർ ഇന്നിക്വാളിറ്റി ആയിട്ടാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അവരുടെ ലൈഫ് ചാൻസസും അവരുടെ ഓപ്പർച്യൂണിറ്റീസും ലിമിറ്റ് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ജെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഓഫ് ജെൻഡർ സ്ട്രാറ്റിഫിക്കേഷൻ, അതിനെയാണ് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പേട്രിയാർക്കി എന്ന് പറയാനായിട്ട് പറ്റുന്നത്. പാട്രിയാർക്കി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഓഫ് ജെൻഡർ എന്ന് പറയുന്നത് പേട്രിയാർക്കിയിലാണ് ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്, ഈ പേട്രിയാർക്കി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നത് പുരുഷന്മാർ മാത്രമാണോ? അല്ല, ഒരു പേട്രിയാർക്കി ഫാമിലി ജീവിച്ചു വരുന്ന സ്ത്രീകളും ഇത് പ്രൊമോട്ട് ചെയ്യുന്നവരുണ്ട്. വുമൻ ബീയിങ് ദി എനിമീസ് ഓഫ് ദെംസെൽസ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ജീവിച്ചു വരുന്ന സ്ത്രീകളാണെങ്കിലും അവരുടെ ഭാവി തലമുറ ഇങ്ങനെ തന്നെയാണ് മോൾഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്, കൾച്ചറൽ ഡൊമൈൻസിലൊക്കെ ഈ പറയുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാർഷ്വാലിറ്റി പരമായിട്ടുള്ള പവർ ആൻഡ് പ്രിവിലേജ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ജെൻഡർ ഹൈറാർക്കി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു കോൺസെപ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സൊസൈറ്റിയിൽ ഫോർമൽ മീൻസ് വഴി മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്, ഇൻഫോർമൽ മീൻസ് വഴി മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതായത് പുരുഷന്മാർ എപ്പോഴും മുകളിലും സ്ത്രീകൾ താഴെയുമാണ് എന്നുള്ള ആ ഒരു ഹൈറാർക്കി രണ്ട് രീതിയിലും നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫോർമൽ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോസും പോളിസീസും ഒക്കെ ഈ ഒരു ഫോർമൽ മെക്കാനിസംസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഇൻഫോർമൽ ആയിട്ടുള്ള ലോസ് ആണെങ്കിൽ കൾച്ചറൽ എക്സ്പെക്റ്റേഷൻസ് ആയിക്കോട്ടെ, സ്റ്റീരിയോ ടൈപ്സ് ആയിക്കോട്ടെ, ഇതെല്ലാമാണ് ഈ ഒരു പേട്രിയാർക്കി അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മെയിൽ ഡോമിനേഷന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ലോ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത് സൊസൈറ്റിയിൽ ലീഡർഷിപ്പ് ആയിക്കോട്ടെ, അതോറിറ്റി ആയിക്കോട്ടെ, ഇതിനൊക്കെ പുരുഷന്മാർക്കാണ് കൂടുതലും ഡോമിനേഷൻ, അല്ലെങ്കിൽ അവരെയാണ് എപ്പോഴും അങ്ങനത്തെ റോൾസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സ്ത്രീകൾ എപ്പോഴും ഒരു കെയർ ഗീവിങ് റോൾ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടീവ് നർച്ചറിങ് റോളായിട്ടാണ് നമുക്ക് സൊസൈറ്റിയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഹൈറാർക്കി മാസ്കുലിനിറ്റി, ഫെമിനിറ്റി, ഇതുപോലെയുള്ള റോളുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കോൺസെപ്റ്റ്സ് ആയിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആണ്. മാസ്കുലിനിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുന്നത്, അവർക്ക് പുരുഷന്മാർക്ക് കുറച്ചുകൂടെ സ്ട്രെങ്ത് ഉണ്ട്, അവർ റാഷണലാണ്, അസർട്ടീവാണ്. അപ്പോൾ ഇതൊക്കെ ഈ പറയുന്നൊരു ജെൻഡർ എൻഹാൻസ് ചെയ്യുന്ന കുറച്ച് ട്രേറ്റ്സ് ആണ്. ആൺകുട്ടിയല്ല, അപ്പോൾ അവന് കുറച്ച് ഇതൊക്കെ കാണും, കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടായിന്ന് വരും. ആൺപിള്ളേർ അടി ഉണ്ടാക്കുന്ന പോലെ ആണോ പെൺകുട്ടികൾ അടി ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതേപോലെ ഫെമിനിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും പെൺകുട്ടിയല്ല, കുറച്ച് അവൾ കരഞ്ഞാലും കുഴപ്പമൊന്നുമില്ല,
ഇമോഷണൽ ആണ്, എംപത്തറ്റിക് ആണ്, കുറച്ച് നേർച്ചറിങ് ആണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം സ്ത്രീകളിനെക്കാട്ടും പുരുഷന്മാർക്കാണ് സൊസൈറ്റിയിൽ കൂടുതലും റെസ്പെക്റ്റ് കിട്ടുക. കാരണം അവർ അങ്ങനത്തെ പൊസിഷൻസ്, ലീഡർഷിപ്പ് റോൾസ് അല്ലെങ്കിൽ അധികാര പദവിയിലിരിക്കുന്നു, അങ്ങനെയൊക്കെയാണ് നമുക്ക് സൊസൈറ്റിയിൽ കൂടുതലായിട്ടും കാണാനായിട്ട് പറ്റുക. മാറുന്നുണ്ട് പല പല സൊസൈറ്റിയിലും, എന്നാലും ഇങ്ങനത്തെ ഫാക്ടേഴ്സ് ആണ് സൊസൈറ്റിയുടെ ആ ഒരു ജെൻഡറിൻ്റെ ബേസിസിൽ കൺട്രോൾ ചെയ്യപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി പറഞ്ഞത് പേട്രിയാർക്കി എന്താ നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞാൽ റൂൾ ഓഫ് ദി ഫാദർ ഓർ ദി പേട്രിയാർക്ക്. അതിനെയാണ് പേട്രിയാർക്കി എന്ന് സിമ്പിളായിട്ട് പറയുന്നത്. ഒരു മെയിൽ ഡോമിനേറ്റഡ് ഫാമിലി, അതിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്തൊരു മെയിൻ വാക്കാണ് പേട്രിയാർക്കി എന്ന് പറയുന്നത്. ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു മെയിൽ റൂൾ ചെയ്യുന്നു, ഒരു ഫാമിലി റൂൾ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു ഫാമിലിയിൽ എൽഡസ്റ്റ് ആയിട്ടുള്ളൊരു മെമ്പർ, അതിപ്പോൾ ചിലപ്പോൾ ഒരു അമ്മയായിരിക്കും, പക്ഷെ ചിലപ്പോൾ ആ അമ്മേനെക്കാട്ടും അവിടെ പവർ ഉള്ളത് അല്ലെങ്കിൽ വോയിസ് ഉള്ളത് ആ അമ്മയുടെ മോനായിരിക്കും. കാരണം എന്താ, അതൊരു പുരുഷനായതുകൊണ്ട് തന്നെ. അപ്പോൾ അതാണ് ഒരു മെയിൽ ഡോമിനൻറ്റ് ഫാമിലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമല ബാസൻ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ഫെമിനിസ്റ്റ് ആയിരുന്നു. പുള്ളിക്കാരി പേട്രിയാർക്കി എങ്ങനെയാണ് മെയിൽ കൺട്രോൾ ഓഫ് വുമൺ, പുരുഷന്മാരെങ്ങനെയാണ് സ്ത്രീകളെ കൺട്രോൾ ചെയ്യുന്നത്, അതുവഴി എങ്ങനെയാണ് പേട്രിയാർക്കി സംഭവിക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു 6 കോൺസെപ്റ്റ്സിലൂടെയാണ്, 6 പോയിന്റ്സിലൂടെയാണ്. പ്രോപ്പർട്ടി ഓർ ലേബർ പവർ, റീപ്രൊഡക്ഷൻ, സെക്ഷുവാലിറ്റി, മൊബിലിറ്റി, പ്രോപ്പർട്ടി ആൻഡ് അതർ എക്കണോമിക്കൽ റിസോഴ്സസ്, സോഷ്യൽ, കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ പറഞ്ഞ ഇത്രയും 6 പോയിന്റ്സിനെ വേറെ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ സിൽവിയ വോൾബി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ത്രൂ ഹർ ഇൻഫ്ലുവൻഷ്യൽ വർക്ക് തിയറൈസിങ് പേട്രിയാർക്കി. സിൽവിയ വോൾബി എന്ന് പറയുന്നൊരു ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. പുള്ളിക്കാരുടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു വർക്കായിരുന്നു തിയറൈസിങ് പാട്രിയാർക്കി എന്ന് പറയുന്നത്. 1990 പുറത്ത് വന്നൊരു വർക്കായിരുന്നു അത്. അതിൽ എങ്ങനെയാണ് പേട്രിയാർക്കി ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പേട്രിയാർക്കി ഓപ്പറേറ്റ് ചെയ്യാൻ കാരണമായിട്ടുള്ള 6 ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇൻട്രാക്ടിങ് സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് സിൽവിയ വോൾബി പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ റിലേഷൻസ് ഇൻ ദി ഹൗസ് ഹോൾഡ്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്ത്രീ കൂടുതലായിട്ടും വീട്ടിലെ ജോലികൾ ചെയ്യാനാണ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അൺപെയ്ഡ് ആയിട്ടുള്ള ലേബർ. അവർ വീട്ടിൽ ചെയ്യുന്ന ജോലിക്ക് നമ്മൾ പറയും കയ്യും കണക്കുമില്ലെന്ന് പറയും, അത്രമാത്രം ജോലികൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരു അൺപെയ്ഡ് ആയിട്ടുള്ള ലേബറാണ് വീട്ടിൽ ചെയ്യുന്ന ജോലി, ഡൊമസ്റ്റിക് ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യാനാണ് കൂടുതലായിട്ടും സ്ത്രീകൾ പ്രൊമോട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഫാമിലി സ്ട്രക്ചർ എന്താ ചെയ്യുന്നത്, അവിടെ എന്താണ് മെയിൽ അതോറിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് സ്ത്രീകളുടെ ഓട്ടോണോമി അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുകയില്ല. അവരെന്താണ് അടുക്കളയിൽ തന്നെയായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെ ജോലിയൊക്കെ ചെയ്തായിരിക്കും നടക്കുക. അതാണ് പ്രൊഡക്ഷൻ റിലേഷൻസ് ഇൻ ദി ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത്. വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ എന്തിനാ പുറത്തെ ജോലികൾ ചെയ്യണേ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ആവും. അതാണ് ഒരു പേട്രിയാർക്കി ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു അൺപെയ്ഡ് ആയിട്ടുള്ള വർക്ക് എല്ലാവരും ടേക്കിംഗ് ഫോർ ഗ്രാൻഡഡ് ആയിട്ടാണ് എടുക്കുന്നത്. അതായത് എന്തായാലും അവൾ ചെയ്യല്ലോ, അപ്പോൾ പിന്നെ ഇതും കൂടെ ചെയ്തേരെ, പിന്നെ അതും കൂടെ ചെയ്തേരെ, എന്തായാലും അവൾ വീട്ടിലല്ലേ ഇരിക്കുന്നത്, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് എല്ലാവരും അതിനെ മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റാണ് പെയ്ഡ് വർക്ക് എന്ന് പറയുന്നത്. അതായത് ഹൈ പേയിങ് ആയിട്ടുള്ള ജോബ്സ് അല്ലെങ്കിൽ ഹൈ സ്റ്റാറ്റസ് ആയിട്ടുള്ള ജോബ്സിൽ നിന്നും സ്ത്രീകളെ മിക്കവാറും ഒഴിവാക്കി നിർത്താറുണ്ട്. ഫാമിലി ആണെങ്കിലും സൊസൈറ്റി ആണെങ്കിലും നമുക്ക് കാണാനായിട്ട് പറ്റാറുണ്ട്. ഇപ്പോൾ സ്ത്രീകൾ മിക്കവാറും ചെയ്യുന്നത് അവർ ചെയ്യുന്ന ജോലികൾക്കിടയിൽ പാർട്ട് ടൈം ആയിട്ടുള്ള ജോലി ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് തയ്ക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് കുക്കിംഗ് ഇഷ്ടമാണെങ്കിൽ ബേക്കിംഗ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ബേക്കിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാം അവർക്ക് പാർട്ട് ടൈം ആയിട്ടുള്ള അല്ലെങ്കിൽ ലോ പേയിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസെക്യൂർ ആയിട്ടുള്ള ജോബ്സ് ആയിരിക്കും. അവർ കൂടുതലും ഹസ്ബൻഡിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കുറച്ച് ചെറിയൊരു ജോലി ചെയ്യുന്നു എന്ന് മാത്രം വരുത്തി തീർക്കാണ് അവിടെ കാണിക്കുന്നത്, പെയ്ഡ് വർക്ക് ആണെങ്കിൽ പോലും. ജെൻഡേർഡ് വേജ് ഗ്യാപ്സ് ആണെങ്കിലും ഒക്യുപ്പേഷണൽ സെഗ്രിഗേഷൻ ആണെങ്കിലും, അതായത് രണ്ടുപേരും ഇപ്പോൾ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജോലി ചെയ്യുന്നു, പക്ഷേ പൈസ കൊടുക്കുന്ന കാര്യത്തിൽ ചിലപ്പോൾ സ്ത്രീക്ക് കുറവും പുരുഷന് കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഇൻഇക്വാളിറ്റീസ് വരുന്നതാണ് പെയ്ഡ് വർക്ക് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിൽ പറയുന്നത്. മൂന്നാമത്തെ പോയിന്റാണ് പേട്രിയാർക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ സ്റ്റേറ്റ് കൊണ്ടുവരുന്ന ലോസ് ആണെങ്കിലും പുരുഷന്മാർക്ക് ഫേവറബിൾ ആയിട്ടാണ് എന്നാണ് ഇവർ പറയുന്നത്. അതായത് സ്റ്റേറ്റ് പോളിസീസും ലോസും ഒക്കെ ഹിസ്റ്ററിക്കലി പണ്ട് മുതലേ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് എന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പോളിസീസ് ആയാലും അല്ലെങ്കിൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, അൺഈക്വൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി റൈറ്റ്സ് ആയാലും, പിന്നെ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള
എതിരെ കൊണ്ടുവരുന്ന ലോസ് ആണെങ്കിലും ഒന്നും അത്ര സ്ട്രോങ് അല്ല. അതുകൊണ്ട് സ്ത്രീകൾക്ക് പിന്നെയും സബോർഡിനേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഈ പറയുന്നൊരു മെയിൽ ഡോമിനൻസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിനെ സ്റ്റേറ്റിൻ്റെ ലോസ് യൂസ് ചെയ്ത് നോർമലൈസ് ചെയ്യുകയാണ് എന്നാണ് സിൽവിയ വോൾബി പറയുന്ന മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. നാലാമത്തെ പോയിന്റാണ് മെയിൽ വയലൻസ് എന്ന് പറയുന്നത്. അതായത് പേട്രിയാർക്കൽ കൺട്രോളിന് വേണ്ടിയിട്ട്, ആ ഒരു കൺട്രോൾ സ്ത്രീകൾ അടിമകളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പുരുഷന്മാരെ എടുക്കുന്ന ഒരു കൺട്രോളിനാണ് മെയിൽ വയലൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്നൊരു വെപ്പണാണ് വയലൻസ് എന്ന് പറയുന്നത്. ഡൊമസ്റ്റിക് വയലൻസ് ആയിക്കോട്ടെ, സെക്ഷൽ ഹറാസ്മെൻറ്റ്സ് ആയിക്കോട്ടെ, അതേപോലെ എന്ത് രീതിയിലുള്ള ജെൻഡർ ബേസ്ഡ് വയലൻസ് ആണെങ്കിലും സ്ത്രീകളെ അടിച്ചമർത്താനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കേസുകളൊക്കെ വന്നാൽ, ചെറിയ ഡൊമസ്റ്റിക് കേസുകളൊക്കെ വന്നാൽ സ്റ്റേറ്റ് ആണെങ്കിലും അതിനെ തള്ളിക്കളയാറുണ്ട് എന്നാണ് സിൽവിയ വോൾബി പറയുന്നത്. അഞ്ചാമത് പറയുന്നൊരു പോയിന്റാണ് പേട്രിയാർക്കൽ റിലേഷൻസ് ഇൻ സെക്ഷുവാലിറ്റിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും സ്ത്രീകളുടെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് ഒരു പുരുഷനെ ബെനിഫിറ്റ് ചെയ്യുന്നത്, ആ രീതിയിലാണ് ഒരു പേട്രിയാർക്കൽ സൊസൈറ്റി മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നത് എന്നാണ് പറയാനായിട്ട് പറ്റുന്നത്. ഒരു പുരുഷൻ്റെ സെക്ഷൽ ഫ്രീഡം എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ഒരു സ്ത്രീയുടെ സെക്ഷൽ ഫ്രീഡം എന്ന് പറയുമ്പോഴത്തേക്കും അത് ഡബിൾ സ്റ്റാൻഡേർഡ്സ്. നമ്മളിപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സിനിമയിൽ കണ്ടാൽ അറിയാം, അവിടെ ആ ആക്ട്രസ് ഒരു വേർഡ് പറയുന്നതിന് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ സ്ത്രീകൾ ഇതൊന്നും പഠിച്ചിരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ സെക്ഷൽ ഡിസയേഴ്സ്, അല്ലെങ്കിൽ ഈ പറയുന്ന കൂട്ടെ സെക്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലാണെങ്കിലും അവർക്ക് ഇതിനെപ്പറ്റി അറിവൊന്നും ഉണ്ടാവാൻ പാടില്ല. അവർ കുറച്ചും കൂടെ സബോർഡിനേറ്റഡ് ആയിട്ടിരിക്കണം. അല്ലെങ്കിൽ ഞങ്ങളെന്താണോ പറയുന്നത് അതാണ് നിങ്ങൾ കേൾക്കേണ്ടത് എന്നൊരു കോൺസെപ്റ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ലാസ്റ്റ് പറയുന്ന പോയിന്റാണ് പേട്രിയാർക്കൽ കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇവിടെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൾച്ചറൽ റെപ്രസെൻറ്റേഷൻസ്, നോംസ് ആൻഡ് ഐഡിയോളജീസ് പെർപച്വേറ്റ് പേട്രിയാർക്കൽ വാല്യൂസ്. അതായത് ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും സ്ത്രീകളുടെ എല്ലാ അവരുടെ ഐഡൻറ്റിറ്റി ആയാലും അവരുടെ എന്ത് കാര്യങ്ങൾ, അവരുടെ സെക്ഷുവാലിറ്റി ആയാലും ഒക്കെ സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മോൾഡ് ചെയ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ സൊസൈറ്റി പറയുന്നതനുസരിച്ച് വേണം ഒരു സ്ത്രീ നടക്കാനായിട്ട്. നമുക്ക് മീഡിയ വഴി, റിലീജിയൻ വഴി, ലിറ്ററേച്ചർ വഴി, എഡ്യൂക്കേഷൻ ഒക്കെ വഴി നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. മെയിലാണ് ഡോമിനൻറ്റ്, ഫീമെയിലാണ് സബോർഡിനേറ്റ്സ്. പണ്ടൊരു ഇൻ്റർവ്യൂവിൽ മീര ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഈ സിനിമയിലെ സ്ത്രീകളെ കെട്ടാത്തൊരു സിനിമയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പണ്ടാണ് പറഞ്ഞത്, ഒത്തിരി മാറി. എന്നാലും ഇപ്പോഴും അവിടെ ഇവിടേക്കൊക്കെ ആയിട്ട് സ്ത്രീകളെ സബോർഡിനേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണിത്. ഇനി സിൽവിയ വോൾബി തന്നെ 2 ഫോംസ് ഓഫ് പേട്രിയാർക്കി ഉണ്ട് എന്നാണ് പറഞ്ഞത്, പ്രൈവറ്റും പബ്ലിക്കും. ആ വാക്കിൽ തന്നെയുണ്ട്. പ്രൈവറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മളുടെ ഫാമിലി, നമ്മുടെ ഹൗസ് ഹോൾഡിനുള്ളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പേട്രിയാർക്കിയാണ് പ്രൈവറ്റ് പേട്രിയാർക്കി എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, മെയിലാണ് ഹൗസ് ഹോൾഡിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. അവർ സ്ത്രീകളെ കൺട്രോൾ ചെയ്യുന്നു. സ്ത്രീകളുടെ എന്ത് ഫിനാൻഷ്യൽ ആവശ്യങ്ങൾക്കാണെങ്കിലും പുരുഷന്മാരെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ പെണ്ണ് കാണാൻ പോകുമ്പോഴത്തേക്കും പറയുന്നു, കല്യാണം കഴിഞ്ഞ ജോലിയൊന്നും ചെയ്യേണ്ട, അതിൻ്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല, നമുക്ക് പൈസയുണ്ട്, അങ്ങനെ പറയുന്നു. അപ്പോൾ അവിടെ തന്നെ ഒരു കൺട്രോളിങ് എസ്റ്റാബ്ലിഷ് ആയിപ്പെടുകയാണ് ചെയ്യുന്നത്. എന്താവശ്യത്തിനും ഹസ്ബൻഡ് അടുത്ത് പോയിട്ട് പൈസ ചോദിക്കുന്നു. അവിടെ തന്നെ നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും മാനേജറിൻ്റെ അടുത്ത്, ബോസിൻ്റെ അടുത്ത് പോയിട്ട് പൈസ ചോദിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം നമുക്ക് പൈസ തരുന്ന ആൾ എന്തായാലും നമ്മുടെ ബോസ് ആയിരിക്കും. അതേപോലെ തന്നെ ആയിരിക്കും വീട്ടിലും എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫോം ഓഫ് പേട്രിയാർക്കിയാണ് പബ്ലിക് എന്ന് പറയുന്നത്. പബ്ലിക് എന്ന് പറയുമ്പോൾ എന്താണ്, വർക്ക് പ്ലേസിൽ, സ്റ്റേറ്റ് ആൻഡ് കൾച്ചറൽ സിസ്റ്റത്തിലൊക്കെ കാണാൻ പറ്റുന്ന പേട്രിയാർക്കിയാണ് പബ്ലിക് പേട്രിയാർക്കി എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, സിസ്റ്റമിക് എക്സ്ക്ലൂഷൻ ആൻഡ് സബോർഡിനേഷൻ അറ്റ് സൊസൈറ്റൽ ലെവൽ. അതായത് ഇപ്പോൾ ജോലിക്ക് എടുക്കുന്ന കാര്യത്തിനാണെങ്കിലും പിന്നെ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ സ്ത്രീകളെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പ്രയോറിറ്റി ആക്കി വെക്കുക, അങ്ങനെ ഒക്കെ ചെയ്യുന്നതിനാണ് ഒരു പബ്ലിക് ഇതെന്ന് പറയുന്നത്, പബ്ലിക് പേട്രിയാർക്കി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വേജ് കൊടുക്കുന്ന കാര്യത്തിൽ, പൈസ കൊടുക്കുന്ന കാര്യത്തിൽ സ്ത്രീക്കും പുരുഷനും രണ്ട് വേജസ് കൊടുക്കുക. ഇതൊക്കെയാണ് ഇതിൽ വരുന്നൊരു ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ സിൽവിയ വോൾബി എംഫസൈസസ് ദാറ്റ് പേട്രിയാർക്കി ഈസ് നോട്ട് സ്റ്റാറ്റിക് ബട്ട് ഡൈനാമിക് ആൻഡ് അഡാപ്റ്റബിൾ. പേട്രിയാർക്കി എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും അങ്ങനെ തന്നെയാണ്, അങ്ങനെയല്ല. പേട്രിയാർക്കി മാറും, ആ കോൺസെപ്റ്റ്സിന് മാറ്റം വന്നുകൊണ്ടിരിക്കും. ഒരു പോയിന്റ് അല്ലെങ്കിൽ മറ്റൊരു പോയിന്റിലേക്ക് മാറ്റം വരും. പ്രൈവറ്റിൽ നിന്നും പബ്ലിക്കിലേക്ക് ഇപ്പം മാറി എന്നത് ഇംപ്ലൈ ചെയ്യുന്നത് എന്താണ്, കൾച്ചർ ഇവോൾവ് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. അതായത് ഇപ്പോൾ വീട്ടിലിങ്ങനെ ഭയങ്കരമായിട്ടുള്ള ചൂഷണം അത് മാറി, ഇപ്പോൾ കുറച്ച് പുറത്തേക്ക് പോകുമ്പോഴാണ് ചൂഷണം വരുന്നത്, ഇനി അതും മാറും എന്നാണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതിനൊരു വേറെ മീനിങ്, ഡബിൾ മീനിങ് ഉണ്ട്. വീട്ടിലെ പ്രശ്നങ്ങൾ പോരാഞ്ഞ് പുറത്തേക്ക് പോകുമ്പോഴും ഈ പറയുന്ന പോലെ പേട്രിയാർക്കി എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നു എന്നൊരു മീനിങ് കൂടെ അവിടെ നമുക്ക് പറയാനായിട്ട് പറ്റും.
ഇനി പറയുന്നത് RW കോണലിൻ്റെ കുറച്ച് ആസ്പെക്ട്സുകളാണ്. RW കോണൽ എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ സോഷ്യോളജിസ്റ്റും പ്രൊഫസറുമായിരുന്നു. പുള്ളിക്കാരി പറയുന്നത് there are 3 major structures through which gendered power dynamic operates. ജെൻഡേർഡ് ആയിട്ടുള്ള പവർ ഡൈനാമിക്സ് എങ്ങനെയാണ് ഈ പവർ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ജെൻഡറിനെ ബേസ് ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്നത് അതൊരു 3 കോൺസെപ്റ്റ്സിലൂടെ അല്ലെങ്കിൽ 3 മേജർ സ്ട്രക്ചേഴ്സിലൂടെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നാണ് RW കോണൽ പറയുന്നത്. 1 ലേബർ, 2 പവർ, 3 കാത്തക്സസ്. അപ്പോൾ RW കോണൽ പറയുന്നതിൽ ആദ്യത്തെ സ്ട്രക്ചർ ത്രൂ വിച്ച് ജെൻഡർ പവർ ഡൈനാമിക്സ് ഇസ് ഓപ്പറേറ്റഡ് ഒന്നെന്ന് പറയുന്നത് എന്താണ്? ലേബർ എന്ന് പറയുന്നത്. ലേബർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു ദി സെക്ഷൽ ഓർ ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ വിത്ത് ദി ഹോം ആൻഡ് ലേബർ മാർക്കറ്റ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു വീട്ടിലാണെങ്കിലും ആൺകുട്ടി ഇത് ചെയ്യുന്നു, പെൺകുട്ടി അത് ചെയ്യുന്നു. ഒരു വർക്ക് സ്പേസിലാണെങ്കിലും ഒരു മെയിൽ ഇങ്ങനത്തെ ജോലികൾ ചെയ്യുന്നു, ഫീമെയിൽ ഇങ്ങനത്തെ ജോലികൾ ചെയ്യുന്നു. അപ്പോൾ അലോക്കേഷൻ ഓഫ് വർക്ക് ബേസ്ഡ് ഓൺ ജെൻഡർ, അതിനെയാണ് സത്യം പറഞ്ഞാൽ ഈ ലേബർ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിനുള്ളിൽ പറയുന്നത്. അതായത് ഒരു ഫീമെയിൽ ആണെങ്കിൽ ഇന്ന ടാസ്കുകൾ ചെയ്യട്ടെ, ഒരു മെയിൽ ആണെങ്കിൽ ഇന്ന ടാസ്കുകൾ ചെയ്യട്ടെ. ഒരു ഓഫീസിൽ പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, അപ്പോൾ ലേറ്റ് നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഒരു 2-3 ആമ്പിള്ളേരെ പറഞ്ഞു വിടുക, അവർ പോയി ചെയ്തിട്ട് വരട്ടെ. പെൺകുട്ടികൾ അതേസമയം ഇവിടെ നിന്ന് വേറെ എന്തെങ്കിലും ചെയ്യട്ടെ. അങ്ങനെ ടാസ്കുകൾ അസൈൻ ചെയ്ത് കൊടുക്കുന്ന കാര്യത്തിലാണ് അല്ലെങ്കിൽ അസൈനിങ് ഓഫ് ടാസ്ക്സ്, ഇതിനാണ് ലേബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്കണോമിക് റോൾസിൻ്റെ കാര്യത്തിലായാലും 2 പേർക്കും ഡിഫറെൻറ്റ് റോൾസ് ആണ് അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പുരുഷന്മാർക്ക് കൂടുതലും അതോറിറ്റിയിലുള്ളതും അല്ലെങ്കിൽ ഹൈ പെയ്ഡ് ആയിട്ടുള്ള ഒരു ജോബിലേക്കുമാണ് അവർക്ക് എപ്പോഴും അലോക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്ത്രീകൾക്ക് അതേസമയം കുറച്ചും കൂടെ സേഫ്, സെക്യൂർ, കുറച്ചും കൂടെ ലോ ഇൻകം ആയിട്ടുള്ള ഒരു ജോബിലേക്കായിരിക്കും അവർ അലോക്കേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ സ്ട്രക്ചറാണ് പവർ എന്ന് പറയുന്നത്. പവർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദി വേസ് അതോറിറ്റി ആൻഡ് കൺട്രോൾ ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ജെൻഡേഴ്സ് വിത്ത് മെൻ ടിപ്പിക്കലി ഹോൾഡിംഗ് മോർ പവർ ഇൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്റർപേഴ്സണൽ കോണ്ടെക്സ്റ്റ്. ഇവിടെ പറയുന്നത് എന്താണ്? പവർ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് കൂടുതലും വെസ്റ്റഡ് ആരുടെ കയ്യിലാണ്? മാനിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ എന്താ, അവരാണ് എപ്പോഴും ഡോമിനേറ്റഡ് ആയിട്ട് നിൽക്കുക എല്ലാ കാര്യത്തിലും, ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും ഇന്റർപേഴ്സണൽ കോണ്ടെക്സ്റ്റിലായാലും. അപ്പോൾ പവർ എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റേറ്റ് ആയിക്കോട്ടെ, ലോ ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, റിലീജിയൻ ആയിക്കോട്ടെ, ഇതെല്ലാം മെന്നിനെ പ്രിവിലേജ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മെന്നിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കാണാൻ പറ്റുന്നത് എന്നാണ് രണ്ടാമത്തെ പോയിന്റായിട്ട് കോണൽ പറയുന്നത്. അതേപോലെ തന്നെ ജെൻഡർ പവർ ഡൈനാമിക്സ് എന്ന് പറയുന്നത് പബ്ലിക് ലൈഫിലായാലും പബ്ലിക് ഡൊമെയിനിലായാലും പ്രൈവറ്റ് ഡൊമെയിനിലാണെങ്കിലും നമുക്ക് കാണുന്നതാണ് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഇങ്ങനെയാണ് പബ്ലിക് ലൈഫിൽ എന്ന് പറയുമ്പോഴത്തേക്കും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം വളരെ കുറച്ച് ഫീമെയിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സാണ് നമുക്കുള്ളതെന്നറിയാം. അപ്പോൾ അത് ഇതിൻ്റെ ഒരു റീസണാണ്. 2 പ്രൈവറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഫാമിലി ഡിസിഷൻ മേക്കിംഗ്, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോഴത്തേക്കും നമ്മൾ പറയും അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ കുട്ടികളുടെ അച്ഛനെ ഇവിടെ ഇല്ല, അച്ഛൻ വന്നിട്ട് പറയാം, ഇങ്ങനെ പറയില്ലേ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആ ഒരു പവർ സ്ത്രീകളാണേലും കൊണ്ട് പുരുഷന്മാരുടെ കൊടുക്കുന്നുണ്ട്, പുരുഷന്മാരാണേലും അത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പവർ എപ്പോഴും പുരുഷന്മാരുടെ കയ്യിലാണ് വെസ്റ്റഡ് ആയിട്ടുള്ളത് എന്നാണ് മൂന്നാമത്തെ സ്ട്രക്ചർ പറഞ്ഞത്. രണ്ടാമത്തെ സ്ട്രക്ചർ പറഞ്ഞത്. മൂന്നാമത്തെ സ്ട്രക്ചറാണ് കാത്തക്സിക്സ് എന്ന് പറയുന്നത്. കാത്തക്സിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് റെഫേഴ്സ് ടു ദി ഇമോഷണൽ ആൻഡ് സെക്ഷൽ റിലേഷൻഷിപ്സ് ഷേപ്ഡ് ബൈ ജെൻഡർ നോംസ് ആൻഡ് പവർ ഡൈനാമിക്സ്. അതായത് ഇവിടെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കൾച്ചറൽ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, ഫെമിനിൻ, മാസ്കുലിൻ, ആ ഒരു കൾച്ചറൽ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ട് ഹ്യൂമൻസ് ഒരു മെയിൽ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ബിഹേവ് ചെയ്തില്ലെങ്കിൽ അത് സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻസിന് എതിരായിട്ട് പോകും. അതായത് ഇപ്പോൾ സ്ത്രീകളാണ് കുറച്ചും കൂടെ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അവർ ഭയങ്കര കെയർ ഗീവിങ് ആയിരിക്കണം, പുരുഷന്മാർ അതേസമയം പ്രൊവൈഡേഴ്സും പ്രൊട്ടക്റ്റേഴ്സും ആയിരിക്കണം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്കൊരു ന്യൂലി മാരീഡ് കപ്പിളിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണ്ട ഒരു കപ്പിൾ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർ മാറി താമസിക്കുകയാണ്, അവർക്കൊരു കുട്ടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 6 മാസത്തോളം ഒരു മെറ്റേണിറ്റി ലീവിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകളിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജോലിയാണ്, അവർക്ക് പോയേ പറ്റുള്ളൂ എന്നാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ചിലപ്പോൾ ഹസ്ബൻഡ് ജോലി കളഞ്ഞിരിക്കുന്നത്, കുട്ടിയെ നോക്കാനിരിക്കുന്നത്. ഇതൊന്നും സൊസൈറ്റിക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ഫാക്ടറി അല്ല. കാരണം എന്താണ്, ഹസ്ബൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രൊട്ടക്റ്റേഴ്സാണ്. അപ്പോൾ അവർ പൈസ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരാണ് പുറത്ത് പോയി ജോലി ചെയ്ത് കൊണ്ടുവന്ന് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, അത് സ്ത്രീകളല്ല ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതാണ് ഇമോഷണൽ ആൻഡ് സെക്ഷൽ റിലേഷൻഷിപ്സിൽ കൊണ്ട് പറയുന്നത്. അതായത് മെയിൽ ഡോമിനൻസും ഫീമെയിൽ സബോർഡിനേഷനും ഭയങ്കരമായിട്ട് റീഇൻഫോഴ്സ് ചെയ്യുന്നൊരു കോൺസെപ്റ്റാണ് ഇമോഷണൽ ആൻഡ് സെക്ഷൽ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്. ഇനി പറഞ്ഞത് നിവേദിത മേനോൻ. നിവേദിത മേനോൻ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ റൈറ്ററാണ്. പുള്ളിക്കാരി എങ്ങനെയാണ് മെയിൻ സ്ട്രീം ഡോമിനൻറ്റ് ഫാമിലിയുടെ ഫീച്ചേഴ്സ് പറയുന്നതെന്ന് നോക്കാം. ഒരു മെയിൻ സ്ട്രീം ഡോമിനൻറ്റ് ഫാമിലി അല്ലെങ്കിൽ ഒരു ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു ഫാമിലിക്ക് 3 ഫീച്ചേഴ്സാണ് കാണാൻ പറ്റുക. 1 പേട്രിയാർക്കി, 2 പേട്രിലീനി, 3 വിരിലോക്കാലിറ്റി.
പേട്രിയാർക്കി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കാര്യം തന്നെയാണ്, പവർ എക്സസൈസ്ഡ് ബൈ മെൻ ആൻഡ് ദി എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദി ഫാമിലി. രണ്ട് പേട്രിലീനി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, നമ്മളുടെ പ്രോപ്പർട്ടി ആണെങ്കിലും നമ്മളുടെ ഫാമിലിയുടെ പേരാണെങ്കിലും ഇതെല്ലാം തലമുറകളായിട്ട് ഒരു പുരുഷൻ്റെ ലീനേജിലൂടെ തന്നെ ട്രാൻസ്ഫറായി പൊയ്ക്കൊണ്ടേയിരിക്കുക. അതിനാണ് പേട്രിലീനി എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഫീച്ചർ വിരി ലൊക്കാലിറ്റി. വിരി ലൊക്കാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും കല്യാണം കഴിഞ്ഞിട്ട് സ്ത്രീകൾ പുരുഷന്മാരുടെ വീട്ടിൽ പോയി താമസിക്കുക. ഇതിനാണ് വിരി ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മളുടെ ഇന്ത്യൻ ഫാമിലിയിൽ കാണാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് പേട്രിലീനിയർ വിരി ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. നമ്മളുടെയൊക്കെ വീടുകളിൽ കാണാൻ പറ്റുന്നൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി പറയുന്നൊരു കോൺസെപ്റ്റാണ്, ഇതെല്ലാം തലമുറകളായിട്ട് ഒരു പുരുഷൻ്റെ ലീനേജിലൂടെ തന്നെ ട്രാൻസ്ഫറായി പൊയ്ക്കൊണ്ടേയിരിക്കുക. അതിനാണ് പേട്രിലീനി എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഫീച്ചർ വിരി ലൊക്കാലിറ്റി. വിരി ലൊക്കാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും കല്യാണം കഴിഞ്ഞിട്ട് സ്ത്രീകൾ പുരുഷന്മാരുടെ വീട്ടിൽ പോയി താമസിക്കുക. ഇതിനാണ് വിരി ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മളുടെ ഇന്ത്യൻ ഫാമിലിയിൽ കാണാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് പേട്രിലീനിയർ വിരി ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. നമ്മളുടെയൊക്കെ വീടുകളിൽ കാണാൻ പറ്റുന്നൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി പറയുന്നൊരു കോൺസെപ്റ്റാണ് ജെൻഡർ ആൻഡ് ലേബർ എന്ന് പറയുന്നത്. ഇവിടെ ജെൻഡറും ലേബറും എങ്ങനെയാണ് ആ ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വർക്ക്, പെയ്ഡ് ആയിട്ടുള്ള വർക്ക് ആയിക്കോട്ടെ അൺപെയ്ഡ് ആയിട്ടുള്ള വർക്ക് ആയിക്കോട്ടെ, എന്ത് ടൈപ്പ് വർക്ക് ആണെങ്കിലും എങ്ങനെയാണ് സോഷ്യൽ ഇൻഇക്വാളിറ്റീസിലേക്ക് കൊണ്ടെത്തിക്കുന്നത്, എങ്ങനെയാണ് ജെൻഡറിൻ്റെ ബേസിസിൽ ലേബറിൽ നമുക്ക് ഇൻഇക്വാളിറ്റീസ് കാണാൻ പറ്റുന്നത് എന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് വഴി മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ എന്താണ്, ജെൻഡറിൻ്റെ ബേസിസിൽ ജോലികൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അസൈനിങ് ഓഫ് ലേബർ ബേസ്ഡ് ഓൺ ജെൻഡർ ഓഫ് പീപ്പിൾ, അതിനാണ് ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. സൊസൈറ്റിയിൽ ഐഡിയാസ് ഉണ്ട്, പുരുഷന്മാർ എന്താണ് ചെയ്യേണ്ടത്, സ്ത്രീകൾ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനത്തെ ഐഡിയാസ് ഉണ്ട്. വാട്ട് ദേ ഷുഡ് ഡു ആൻഡ് വാട്ട് ദേ ഷുഡ് നോട്ട് ഡു. അതിൻ്റെ ബേസിസിൽ അവർക്ക് ജോലി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിനാണ് ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. കമല ബാസൻ എന്താ ചെയ്യുന്നത്, ഷീ സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലേബർ ആൻഡ് ജെൻഡർ ത്രൂ 3 കാറ്റഗറീസ് ഓഫ് വർക്ക്. 3 കാറ്റഗറീസ് ഓഫ് വർക്കിൻ്റെ ബേസിസിലാണ് ഈ ഒരു ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബറിനെ പഠിക്കുന്നത് പുള്ളിക്കാരി. ഒന്ന് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് വർക്ക്, റീപ്രൊഡക്റ്റീവ് വർക്ക്, കമ്മ്യൂണിറ്റി വർക്ക്. ഇതാണ് 3 കാറ്റഗറീസ് ഓഫ് വർക്ക് കമല ബാസൻ പറയുന്നത്. അപ്പോൾ പ്രൊഡക്റ്റീവ് വർക്ക് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് റെഫേഴ്സ് ടു ദി വർക്ക് ദാറ്റ് ജനറേറ്റ്സ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദി മാർക്കറ്റ് ഓർ കോൺട്രിബ്യൂട്ട്സ് ടു ദി ഫോർമൽ എക്കണോമി. നമ്മൾ വീട്ടിൽ കിടന്ന് ചെയ്യുന്ന ജോലിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണിത്. അതായത് ഒരു ഫാക്ടറി വർക്ക്, അഗ്രികൾച്ചർ, കൺസ്ട്രക്ഷൻ, ഓഫീസ് ജോബ്, നമ്മൾ പുറത്ത് കാണുന്ന എന്തൊരു ജോലിയും സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു ജോലി അല്ലെങ്കിൽ പൈസ കിട്ടുന്നൊരു ജോലി, അതിനാണ് ഒരു പ്രൊഡക്റ്റീവ് വർക്കായിട്ട് പറയുന്നത്. മിക്ക സ്ത്രീകൾ ഇത് ചെയ്യാറുണ്ടോ ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് നോക്കിയാൽ? ഇല്ല. കാരണം എന്താ, അവർ ഡൊമസ്റ്റിക് ജോബാണ് ചെയ്യുന്നത്. അത് അൺപെയ്ഡ് ആയിട്ടുള്ളൊരു ജോലിയാണ്. അവരൊരു ഹൈ പേയിങ് സെക്ടറിൽ പോയിരുന്നിട്ട് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ഫോർമൽ ആയിട്ടുള്ളൊരു ഓഫീസിൽ പോയിരുന്നിട്ട് ഇങ്ങനത്തെ ജോലി ചെയ്യുന്നവരാണ് കൂടുതലും സൊസൈറ്റിക്ക് വിലയുള്ളത്. അത് ആരാണ് ചെയ്യുന്നത്? കൂടുതലും പുരുഷന്മാരാണ്. അതുകൊണ്ടാണ് മെൻ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നാണ് കമല ബാസൻ പറയുന്നത്. വുമൺ ആർ ഓഫൺ എംപ്ലോയ്ഡ് ഇൻ ലോ വേജ് ഇൻസെക്യൂർ ജോബ്സ് ഓർ ദി ഇൻഫോർമൽ സെക്ടർ. അതായത് ഡൊമസ്റ്റിക് ലേബർ, വീട്ടിൽ ചെയ്യുന്ന ജോലി, സബ്സിസ്റ്റൻസ് ഫാമിംഗ്, ഇതുപോലുള്ള ജോലി. ഇതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. അവരിപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കി വെക്കുന്നു, അതെന്തെങ്കിലും അവർക്ക് സ്വന്തമായിട്ട് പൈസ കിട്ടുന്നു, അവരുടെ പാഷൻ അവർ ചെയ്യുന്നു. പക്ഷെ അവരൊരു ഓഫീസിലൊരു CEO ആയിട്ട് പോയിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് ഭയങ്കര ഹൈ പേയിങ് ആയിട്ടുള്ള ജോലിക്ക് പോയിരിക്കുന്നു. അതൊക്കെയാണ് സൊസൈറ്റിക്ക് ഡോമിനൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. അത് കൂടുതലും ചെയ്യുന്നത് പുരുഷന്മാരാണ് എന്നാണ് പറയുന്നത്. സ്ത്രീകൾ എത്ര പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് ചെയ്താലും അവിടെ ലെസ് ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ സ്ട്രക്ചറാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. റീപ്രൊഡക്റ്റീവ് വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇസ് എ വർക്ക് ഇൻവോൾവ് ഇൻ റീപ്രൊഡ്യൂസിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹ്യൂമൻ ലൈഫ്, ടിപ്പിക്കലി അൺപെയ്ഡ് ആൻഡ് പെർഫോംഡ് വിത്തിൻ ദി ഹൗസ് ഹോൾഡ്. സ്ത്രീകൾ ചെയ്യുന്ന വർക്ക്, കുട്ടികളെ നോക്കുക, കുക്ക് ചെയ്യുക, ക്ലീൻ ചെയ്യുക, വയസ്സായവരൊക്കെ നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ രീതിയാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ബേസിസിലാണ് എന്ത് സംഭവിക്കുന്നത്, ജെൻഡറിങ് ഡിവിഷൻ ഓഫ് ലേബർ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത് കൂടുതലും ചെയ്യാനായിട്ട് എപ്പോഴും കേപ്പബിളും എപ്പോഴും ചെയ്യുന്നത് ആരാണ്? സ്ത്രീകളാണ് ചെയ്യുന്നത്. അപ്പോൾ കമല ബാസൻ പറയുന്നതനുസരിച്ച് 2 ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ആണുള്ളത്. ഒന്ന് ബയോളജിക്കൽ, 2 സോഷ്യൽ. ബയോളജിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും സ്ത്രീകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഗിവിങ് ബർത്ത് എന്ന് പറയുന്നത്. അതിനൊരു തർക്കവുമില്ല. 2 സോഷ്യൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ കെയറിങ്ങും നർച്ചറിങ്ങും. ഇതും സ്ത്രീകൾ തന്നെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കൊണ്ടാണ് അവർക്ക് മെയിൻ സ്ട്രീമിലേക്ക് അല്ലെങ്കിൽ വേറൊരു ജോലി ചെയ്യാൻ പറ്റാത്തത് എന്ന് പറയുന്ന ഒരു എക്സ്പ്ലനേഷനാണ് ഈ പറയുന്നത്. അപ്പോൾ സ്ത്രീകൾ
അവരുടെ തലയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ബേർഡൻ ഓഫ് റീപ്രൊഡക്റ്റീവ് വർക്ക് ഉണ്ട്. അതായത് അവരുടെ നാച്ചുറൽ റൂളാണ്, ഒരു പെൺകുട്ടിയാകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റുള്ളൂ, ഒരു അമ്മയായേ പറ്റുള്ളൂ. ഇങ്ങനത്തെ ഒരുപാട് ബേർഡൻ സ്ത്രീകളുടെ തലയിലുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് പലപ്പോഴും ഫോർമൽ ആയിട്ടുള്ള പെയ്ഡ് വർക്ക് ചെയ്യാനായിട്ട് പറ്റാത്തത് എന്നാണ് പറയുന്നത്. മൂന്നാമത് പറയുന്നതാണ് കമ്മ്യൂണിറ്റി വർക്ക് എന്ന് പറയുമ്പോൾ വർക്ക് ഡൺ ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദി കമ്മ്യൂണിറ്റി ഓഫ് സൊസൈറ്റി ഇസ് ഓഫൺ അൺപെയ്ഡ് ആൻഡ് വോളണ്ടറി. അതായത് സ്ത്രീകൾ തന്നെ നമുക്ക് വേണ്ടി ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചിട്ടി പിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തൊഴിലുറപ്പ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് നമ്മളൊരു കമ്മ്യൂണിറ്റി വർക്ക് എന്ന് പറയുന്നത്. കുഞ്ഞു ഇവൻറ്റ്സ് ഓർഗനൈസ് ചെയ്യുക, സോഷ്യൽ വർക്ക് ആയിക്കോട്ടെ, കൾച്ചറൽ ഗ്യാതറിങ്സ്, ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നത് ആരാണ്? സ്ത്രീകളാണെന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആരും അധികം ശ്രദ്ധിക്കാറുമില്ല. അതിന് വേണ്ട രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻസ് കിട്ടാറില്ല, ഡിസേർവ് ചെയ്യുന്ന രീതിയിലുള്ളൊരു റെക്കഗ്നീഷൻസ് കിട്ടാറുമില്ല. പക്ഷെ ഒരു പുരുഷൻ ചെയ്യുന്ന പല പല കാര്യങ്ങൾക്കും റെക്കഗ്നീഷൻസ് ഈസി ആയിട്ട് കിട്ടാറുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ കാണാൻ പറ്റും എന്നാണ് കമല ബാസൻ പറയുന്നത്. ഒരു ചെറിയ പ്രായം മുതലേ തന്നെ മെൻ ആൻഡ് വുമൻ ലേൺ ആൻഡ് മാസ്റ്റർ ഓൺലി ദോസ് സ്കിൽസ് കൺസിഡർഡ് അപ്രോപ്രിയേറ്റ് ഫോർ ദ ജെൻഡറിങ് റോൾസ്. അതായത് ഒരു ആണ് അയാളുടെ ലൈഫ് ലോങ് അയാൾ പെർഫോം ചെയ്യേണ്ട റോൾസ് എന്തൊക്കെയാണ് എന്ന് വെച്ചിട്ടാണ് അയാളെ സോഷ്യലൈസ് ചെയ്ത് വിടുന്നതും അയാൾ സൊസൈറ്റിയിലെ കാര്യങ്ങൾ കാണുന്നതും. ഒരു ലൈഫിൽ ഞാൻ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്, അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മതി. കുക്കിംഗ് എനിക്കൊരു ഭാര്യ വരുമ്പോഴത്തേക്ക് ചെയ്തോളൂ, ഇപ്പോൾ അമ്മ ചെയ്യും, ഭാര്യ വരുമ്പോൾ ഭാര്യ ചെയ്തോളും. അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേണം അച്ഛൻ ഇത് ചെയ്തു കൊടുക്കാൻ, ഞാൻ വേണം ഹസ്ബൻഡ് ഇത് ചെയ്തു കൊടുക്കാൻ, ഞാൻ വേണം മോൻ ഇത് ചെയ്തു കൊടുക്കാൻ, അങ്ങനെ. അപ്പോൾ ഒരു ചെറിയ പ്രായം മുതലേ കുട്ടികളിലേക്ക് ഇതിങ്ങനെ റീഎൻഫോഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതാണ് ജെൻഡർ ഇൻഇക്വാളിറ്റീസിലേക്ക് ലീഡ് ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബറിലേക്ക് ലീഡ് ചെയ്യുന്നതെന്നും അതാണ് ഗ്രാജുവലി ഹൈറാർക്കീസിലേക്കും ഇൻഇക്വാളിറ്റീസിലേക്കും ഒക്കെ ലീഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താ കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്? സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻസ് ടു എക്കണോമി, അവരെന്ത് ചെയ്താലും അത് സൊസൈറ്റിയിൽ അൺറെക്കഗ്നൈസ്ഡ് ആയിട്ട് പോവാറാണ് കാണുന്നത് സാധാരണ. അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന കൂട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള അഡ്വാൻസ്മെന്റ്സ് ഇതുകൊണ്ട് ഒരു രീതിയിലും ഉണ്ടാവുന്നില്ല. അവർ ചെയ്യുന്ന എന്ത് വർക്കുള്ള അവർക്ക് ഒരു ഡബിൾ ബേർഡൻ ആണ്. ഇപ്പോൾ വീട്ടിൽ ജോലി ചെയ്യുന്നവരും പുറത്ത് പോയി ജോലി ചെയ്യുന്നവരും അവർ പറയാറുണ്ട്, ഞാൻ ഈ വീട്ടിലെ ജോലികളൊക്കെ തീർത്തിട്ടാണ് ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നത്, അത് കഴിഞ്ഞ് പിന്നെയും വന്ന് വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഡബിൾ ബേർഡൻ ആണ് സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്ക്. പെയ്ഡ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റും അൺപെയ്ഡ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റീസും ഒരേ സമയം കൊണ്ടുപോകുന്ന ഒരാളാണ് വുമൺ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഒരു ഇൻഡസ്ട്രിയലൈസ്ഡ് വേൾഡിൽ മെന്നിനാണ് കൂടുതൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ജോലികൾ, ഹൈ പ്രയോറിറ്റി, അല്ലെങ്കിൽ മെന്നിനാണ് കൂടുതൽ ഇൻകം പ്രൊവൈഡ് ചെയ്യുന്ന ജോലികളുള്ളത് നമുക്ക് സൊസൈറ്റിയിൽ കാണാനായിട്ട് പറ്റുന്നത്. അതേ ജോലികൾ ചെയ്യുന്ന സ്ത്രീ, അതിനെക്കാട്ടും ലേബർ ചെയ്യുന്ന സ്ത്രീയാണ് വീട്ടിലെ ജോലികൾ അടക്കം, അവർക്കാണ് പൈസ കുറവ് കിട്ടുന്നത് നമുക്ക് സൊസൈറ്റിയിലൂടെ കാണാനായിട്ട് പറ്റുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി പറയുന്ന രണ്ട് കോൺസെപ്റ്റ്സ് ആണ് മോമി ട്രാക്കും ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്നത്. ഈ രണ്ട് കോൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സ്ത്രീകൾ എന്തുകൊണ്ടാണ് പല കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിൽ നിന്നും പിന്നോട്ട് പോകുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രണ്ട് കോൺസെപ്റ്റ്സ് ആണ് മോമി ട്രാക്കും ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്നത്. മോമി ട്രാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും വേറൊന്നുമല്ല, അമ്മയായതിൻ്റെ പേരിൽ കുട്ടികളെ നോക്കണം, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം, അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിനാണ് ഒരു മോമി ട്രാക്ക് എന്ന് പറയുന്നത്. വുമൻ ഓൺ ദി മോമി ട്രാക്ക് ആർ ഓഫേർഡ് ലെസ് ഡിമാൻഡിങ് റൂൾസ് ടു അക്കോമഡേറ്റ് ദെയർ കെയർ ഗിവിംഗ് റെസ്പോൺസിബിലിറ്റീസ്. നമ്മൾ പല പരസ്യങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും, വീട്ടിൽ പോകണ്ടേ, കൊച്ചിനെ നോക്കണ്ടേ, അപ്പോൾ ഈ ജോലികളൊക്കെ ഞാൻ ചെയ്തോളാം, തൽക്കാലം ഇപ്പോൾ റിസ്ക്കുകളൊന്നും എടുക്കണ്ട, അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ ചെയ്തോളാം, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം റെസ്റ്റാണ് വേണ്ടത്, കുട്ടികളെ നോക്കിയിട്ട് ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു. ഇതാണ് മോമി ട്രാക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമ്മയായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നു. അതാണ് മോമി ട്രാക്ക് എന്ന് പറയുന്നത്. രണ്ട് ഗ്ലാസ് സീലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇൻവിസിബിൾ ബട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ബാരിയറാണ്. നമ്മൾ പഠിച്ച് ഇവിടം വരെ പോകുന്നു, പക്ഷെ ഒരു ഗ്ലാസ് സീലിംഗ് ഉണ്ട്, അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല. ഇറ്റ് പ്രിവെൻറ്റ്സ് വുമൻ ഫ്രം റീച്ചിങ് ടോപ്പ് ലെവൽ ലീഡർഷിപ്പ് ഓർ എക്സിക്യൂട്ടീവ് പൊസിഷൻസ് റിഗാർഡ്ലെസ് ഓഫ് ദെയർ അച്ചീവ്മെൻറ്റ്സ്. അവരെത്ര പഠിച്ചെന്ന് പറഞ്ഞാലും അവരെന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഈ ഒരു ഗ്ലാസ് സീലിംഗ് ഉണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് അവർക്ക് മൂവ് ചെയ്യാനേ പറ്റിയെന്ന് വരത്തില്ല. അവർ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇത് സ്ത്രീകളുടെ കേസിൽ മാത്രമല്ല നമുക്ക് പറയാൻ പറ്റുന്നത്, ട്രൈബ്സിൻ്റെ കേസിലും പറയാറുണ്ട്. മൊത്തത്തിൽ ഒരു ബാക്ക്വേർഡ്സ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റിയുടെ കാര്യത്തിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതിനപ്പുറത്തേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. നമുക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു ബാരിയറാണ്, പക്ഷേ വളരെയധികം സിസ്റ്റമാറ്റിക് ആയിട്ട് സൊസൈറ്റിയിൽ കാണപ്പെടുന്ന ഒരു ബാരിയറാണിതെന്ന് പറയുന്നത്. ഏറ്റവും ലാസ്റ്റ് പറയുന്നൊരു കോൺസെപ്റ്റാണ് ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം, സെക്ഷുവാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഒരാളുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ, പ്രിഫറൻസ്, സെക്ഷൽ ബിഹേവിയർ, ഇതിനൊക്കെയാണ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്.
ഈ പറയുന്നൊരു കോൺസെപ്റ്റ് നമ്മളുടെയൊക്കെ കയ്യിൽ നിൽക്കുന്ന ഒന്നാണോ? അല്ല. സ്ത്രീകളുടെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് കൂടുതലും കൺട്രോൾ ചെയ്യുന്ന ആരാണ്? പുരുഷന്മാരാണ്. സൊസൈറ്റിയാണ് കൂടുതലും കൺട്രോൾ ചെയ്യുന്നത്. ലൈക്ക് ജെൻഡർ, സെക്ഷുവാലിറ്റിയും ഈ പറയുന്ന പോലെ സോഷ്യൽ നോംസും ഒക്കെ വെച്ചിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളൊരു ഫാക്ടേഴ്സ് ആണ്. ബട്ട് ഇറ്റ് ഈസ് മോർ ക്ലോസ്ലി റിലേറ്റഡ് ടു ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ അട്രാക്ഷൻ. ഇത് ഫീമെയിൽ ബോഡി മെയിൽ ബോഡി മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു കോൺസെപ്റ്റ് അല്ല സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം സൊസൈറ്റിയിൽ ഇഷ്ടംപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്ഷൽ ഓറിയൻറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ബൈസെക്ഷൽ ആയിക്കോട്ടെ, അതായത് 2 സെക്സിനോടും അട്രാക്ഷൻ തോന്നുന്നവർ, അസെക്ഷൽ ഒരു സെക്സിനോടും അട്രാക്ഷൻ തോന്നുന്നില്ല, പാൻസെക്ഷൽ റിഗാർഡ്ലെസ് ഓഫ് എനി ജെൻഡർ അട്രാക്ഷൻ തോന്നുന്നവരുണ്ട്, അതേപോലെ ഹോമോസെക്ഷൽ സ്വന്തം സെക്സിനോട് തന്നെ അട്രാക്ഷൻ തോന്നുന്ന, ഹെട്രോസെക്ഷൽ ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നുന്ന, ഇങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് സെക്ഷുവാലിറ്റി നമുക്ക് സൊസൈറ്റിയിൽ കാണാനായിട്ട് പറ്റും. ഇതൊന്നും ആര് കൺട്രോൾ ചെയ്യുന്നതല്ല, സൊസൈറ്റി ഇതൊന്നും നമ്മളുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒന്നല്ല. നമുക്ക് സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് മാറിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് പോകുന്ന ഒരു മാനേജ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ബോഡിയാണ് പേട്രിയാർക്കി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പേട്രിയാർക്കൽ ഹെട്രോസെക്ഷൽ ഫാമിലി എന്ന് പറയുന്നത്. ആൺകുട്ടികളെ കൊണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കുക, പെൺകുട്ടികളെ കൊണ്ട് ആൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കുക, നിനക്കൊരു പെൺകുട്ടിയെ നോക്കി തുടങ്ങണം, കല്യാണപ്രായമായി. അതാണ് പേട്രിയാർക്കൽ ഹെട്രോസെക്ഷൽ ഫാമിലി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ പേട്രിയാർക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മെയിൽ ലീനേജ് വഴിയാണ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഒരു സ്ത്രീയുടെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് പേട്രിയാർക്കി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഫാമിലി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നെസസറി ആണ്. നമ്മളിപ്പോൾ ഒരു പയ്യനെ കല്യാണം ആലോചിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും ഒരു പെൺകുട്ടിയെ തന്നെ നോക്കുള്ളൂ. കാരണം എന്താ, പെൺകുട്ടി ഉണ്ടെങ്കിലേ രണ്ട് സെക്സ് ആവുള്ളൂ, അവർക്ക് കുട്ടികളുണ്ടാവുള്ളൂ, ജനറേഷൻസ് മുന്നോട്ട് പോവുള്ളൂ. അതേസമയം ഒരു സ്ത്രീ സെക്ഷൽ ആയിട്ടുള്ള കുറച്ച് ബിഹേവിയേഴ്സ്, അതായത് സൊസൈറ്റി പറയുന്ന നോംസിനനുസരിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്സ്പെക്ടേഷൻസിനനുസരിച്ച് ബിഹേവ് ചെയ്യുന്നില്ലെങ്കിൽ അവരൊരു സ്ത്രീയായിട്ട് തന്നെ കൺസിഡർ ചെയ്തെന്നിരിക്കത്തില്ല. അപ്പോൾ ഈ പറയുന്ന സോക്കോൾഡ് എല്ലാ സെക്ഷുവാലിറ്റിയും സൊസൈറ്റിയുടെ കൺട്രോളാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതേപോലെ ഒരു സ്ത്രീയുടെ ഇപ്പോൾ അബോഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബർത്തിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, ഫെർട്ടിലിറ്റി ആയിക്കോട്ടെ, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന സൊസൈറ്റിയിലാണ്. ഒരു കുട്ടി വേണോ വേണ്ടയോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ അതിന് റെഡിയാണോ, എൻ്റെ ബോഡി റെഡിയാണോ, ഇതൊന്നും ചിന്തിക്കാതെ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന സൊസൈറ്റിയാണ്. ജെൻഡറും സെക്ഷുവാലിറ്റി തമ്മിലുള്ള റിലേഷൻ ഇതാണ്. ഫീമെയിൽ ആണോ എങ്കിൽ സൊസൈറ്റി പറയുന്ന പോലെ കേൾക്കണം, സൊസൈറ്റി പറയുന്ന പോലെ ബോഡി അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം, അതാണ് പറയുന്നത്. അതായത് സെക്ഷുവാലിറ്റി അതേപോലെ സൊസൈറ്റി എന്താണ് പറയുന്നത് അതിനനുസരിച്ച് മോഡിഫൈ ചെയ്യണം അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീകളുടെ സെക്ഷുവാലിറ്റി എന്ന് പറയുമ്പോൾ ഇസ് ഓഫൻ പോളിസ്ഡ് ത്രൂ ലോസ് ആൻഡ് കൾച്ചറൽ പ്രാക്ടീസസ്. അവരുടെ റീപ്രൊഡക്റ്റീവ് റോൾസ് ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നിയമപരമായിട്ടും നമുക്ക് ഒരുപാട് ലോസും റൂൾസൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്കിപ്പോൾ അറിയാം, ഒരു കുട്ടി റേപ്പിന് ഇരയാവണമെങ്കിൽ 2 ഫിംഗർ ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് സ്ത്രീകൾക്ക്. അതെടുത്ത് മാറ്റി. അപ്പോൾ അതൊക്കെ നിയമങ്ങളുണ്ട് ഇതിന് എല്ലാത്തിനും വേണ്ടിയിട്ട്. ഒരു സ്ത്രീ എന്ത് ചെയ്താലും അവരുടെ സെക്ഷുവാലിറ്റിക്ക് ഓപ്പോസ് ചെയ്ത് അല്ലെങ്കിൽ അതിനൊത്ത് നിൽക്കുന്ന കുറേ ലോസ് നമ്മുടെ സൊസൈറ്റിയിലുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത്രയും കോൺസെപ്റ്റ്സ് ആണ് ജെൻഡറിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റ്. ഞാൻ തുടങ്ങിയ സമയത്ത് സെക്കൻഡ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. യൂണിറ്റ് 1 ജെൻഡർ, സെക്സ് ആൻഡ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത യൂണിറ്റ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്